അമ്മായി കാക്ക. ഇത് അമ്മായി കാക്ക. മൈലാഞ്ചിക്കര ഗ്രാമത്തിന്റെ എല്ലാമെല്ലാമാണ് ഇദ്ദേഹം. ഇരുണ്ടും വെളുത്തും കാലം നീങ്ങുന്ന ഈ ഗ്രാമത്തിലെ എല്ലാ സംഭവങ്ങളിലും അമ്മായി കാക്കയുടെ ഇടപെടലുകളുണ്ട്. വിഷയങ്ങൾക്കും വിശേഷങ്ങൾക്കും പഞ്ചമില്ലാത്ത ഇക്കാലത്ത് നമുക്കിടയിലേക്ക് ഒരു പുതിയ വിശേഷം. ആത്മവിദ്യാലയമേ അവനിലാത്മവിദ്യാലയമേ. ഒന്ന് നിർത്തണോ താൻ്റെ ഒരു ആത്മവിദ്യാലയം? 500 ആൾക്ക് പത്രം കൊടുക്കുന്ന MIT അയാൾ വണ്ടി കയറ്റി പൊളിച്ച്. കാലങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഇവനവന്റെ മീനേറ്റ് കൊണ്ടിട്ടിരിക്കുന്നത്. അതും കണി കണ്ടുകൊണ്ട് വേണം എനിക്ക് എന്റെ ജീപ്പ് എടുക്കാൻ. മനസ്സിലായോ? നിങ്ങൾ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നത്തിന് പരിഹാരമാണ് ആവശ്യം. ആട്ടെ, പ്രസിഡന്റ് എന്ത് പറയുന്നു? പ്രസിഡന്റേ, ഞാനോ? ഞാൻ ഗാഠമായി കൂലങ്കഷമായി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നത്തിന്റെ ഇരുവശവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമ, അതാണ് നമുക്ക് ആവശ്യം. അതൊരാട്ടു സൂപ്പിന്റെ ഫലം ചെയ്യും. അല്ല സാർ, തിരുവനന്തപുരത്തേക്ക് വിളിക്കണോ? തിരുവനന്തപുരത്തിന് എടുക്കാവുന്നതിലേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെയായി ഈ പ്രശ്നത്തിന് തിരുവനന്തപുരത്തേക്ക് വിളിക്കണേ. എവിടെ നിന്ന് കിട്ടിയോടോ തനിക്ക് ഈ പ്രസിഡന്റിനെ? അതിനൊക്കെ ഞങ്ങളുടെ പ്രസിഡന്റ്. നാട്ടുകാരുടെ റോഡ് എന്താക്കണ പൈസ കൊണ്ട് സ്വന്തം വീട് നന്നാക്കിയാനല്ലേ നിങ്ങളുടെ പ്രസിഡന്റ്? ഇവിടെ ഇദ്ദേഹം ആയതുകൊണ്ട് ഉപകാരമില്ലെങ്കിലും ഉപദ്രവമില്ല. നിങ്ങളുടെ രാഷ്ട്രീയം കേൾക്കാനല്ല ഞാനിവിടെ വന്നത്, മറിച്ച് പ്രശ്നത്തിന് പരിഹാരമാണ് ആവശ്യം. 500 ആൾക്ക് പത്രം കൊടുക്കുന്ന MIT അയാൾ വണ്ടി കയറ്റി പൊളിച്ചത്. എന്റെ വഴിയിൽ MIT വെച്ചാൽ ഇനിയും ഞാൻ തകർക്കും. കാലിരാഘവൻ അമ്മായി കാക്കനെയും കൊണ്ടുവരണ്ട. എട രാവക, നല്ല അക്ഷരശുദ്ധി. എന്തോ? എട കാലിരാവക, എന്തെന്തോ? ചരിത്രത്തിൽ എത്ര യുദ്ധം ഉണ്ടായിക്കണ്? ഒരുപാട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാ യുദ്ധമൊക്കെ ഇല്ലാണ്ടായി? അതങ്ങനെ എങ്ങനെ ഇല്ലാണ്ടായി? അതങ്ങനെ ഇങ്ങനെയൊന്നല്ല, പിന്നെ ഇടപെടലുണ്ട്. ഇടപെടലുകൊണ്ട് ഒരു മേശന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പറഞ്ഞാൽ തീരാത്ത ഒരു യുദ്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് മേശ എടുത്തു. എവിടെ നിന്നാ മതി, മേശ ഒന്നും എടുക്കാൻ പോണ്ട. പിന്നെ എടാ, ഇറാഖും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ആരാധകർത്ത്? നിങ്ങൾ തന്നെ. ഞാനല്ല. എന്നാ പ്രസിഡന്റ് ആയിരിക്കും. ഞാൻ പ്രശ്നത്തെ പറ്റിയൊന്ന് പഠിക്കട്ടെ. എന്തിനും ക്ഷമയാണ് ആവശ്യം. നിങ്ങൾ പഠിച്ചിടുമ്പോഴേക്കും ഭൂമി മേലാളം മുഴുവൻ കത്തിയിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലായി. മൈനം പാണ്ടനെ കുത്തിയതിന്. എടാ കാലിരാഘവ, എന്തോ? എടാ കന്നാലിരാഘവ, എന്തെന്തോ? നാക്കാലിന്റെ വർത്താനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ. മനുഷ്യൻ മൂർച്ചുള്ള കത്തി കൈമ പിടിച്ച കുത്തിറാത്തി പറത്തുമ്പോളാ ഓന്റെ ഒരു ഉദാഹരണം പറച്ചില്. വാസു, എന്താ എന്റെ പ്രശ്നം? 500 ആൾക്ക് പത്രം കൊടുക്കുന്ന MIT അയാൾ വണ്ടി കയറ്റി പൊളിച്ച്. അത് മോശമായിപ്പോയി. അത് ശരിയാ, കേറ്റി പൊളിച്ചത് മോശമായി പോയി. തല്ലി പൊളിക്കാറുന്നില്ലേ? കാലിയെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയില്ല ഇവന്റെ MIT കൊണ്ട് വെക്കുക. അത് മോശമായിപ്പോയി വാസു. സാറില്ല ദാമോദര. അയ്യോ, മൂക്കിന് തീ പിടിച്ചിരിക്കുമ്പോഴാണ് ആകാശവാണി റേഡിയോ ഒന്ന് ഓടിയ. പ്രശ്നം അതൊന്നുമല്ല. 10-28 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഏറെ കൊതിച്ചു. ചെയ്യാത്ത ചികിത്സയില്ല, നേരാത്ത വഴിപാടില്ല. ഞാൻ പ്രശ്നത്തെ പറ്റി ഒന്ന് പഠിക്കട്ടെ. എന്തിനു ക്ഷമയാണ് ആവശ്യം. നിങ്ങൾ പഠിക്കല് നിർത്തിയാട്ടെ. ദാമോദര അജ്ജി പറയും. അവസാനം ഈ 50-ആം വയസ്സിൽ ആലോചിച്ച് എനിക്ക് സഹിക്കണില്ല. എടോ, അതൊരു നല്ല കാര്യമല്ലേ. അതിന് എന്തിനാ കാര്യമാണ്? എന്റെ MIT പൊളിച്ചപ്പോ ഞാനൊരു ഉന്തുന്തി എന്നുള്ളത് നേരാ. അത് ശരിയാ. MIT പൊളിച്ച ആരായാലും ഒരു ആ ഉന്തിൽ തകർന്നത് എന്റെ സ്വപ്നങ്ങളാ. എന്റെ അമ്മോ, എമ്മാതിരി ഉണ്ടായിരിക്കും അത്. സ്വപ്നങ്ങളൊക്കെ തകരണ ഉണ്ട്. തിരുവനന്തപുരത്തേക്ക് വിളിക്കണോ? ഇയാളുടെ ഒരു മുടിഞ്ഞ വിളി, അതൊക്കെ കള്ള മനുഷ്യ. MIT തകർന്നോടെ തകർന്നത് എന്റെ സ്വപ്നങ്ങളാ. പൈസ കൊടുത്ത് MIT ഇനിയും കിട്ടും. നിന്റെ ഉന്തിൽ ഞാൻ ചെന്ന് വീണത് ഗർഭിണിയായ എന്റെ ഭാര്യയുടെ വയറ്റത്താ. അന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് പിറക്കാനിരിക്കുന്ന എന്റെ കുഞ്ഞാടോ. ഓ അല്ല അമ്മായി കാക്ക, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താ ഒരു പോംവഴി? വാസുവോ, ദാമോദര, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ?
വഴക്കും വക്കാണും കൂടിയിട്ട് ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മളെ ചെറിയ ബുദ്ധി തോന്നിയൊരു വിവരം നമ്മൾ നിങ്ങളോട് പറയാ. പത്രം കൊടുക്കല് വാസുവിന്റെ ജീവിത പ്രശ്ന. പത്രം കിട്ടുക എന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് MIT നന്നാക്കണത് വരെ വാസു കൊടുക്കണ പത്രം ദാമോദരൻ എല്ലാ വീട്ടിലാണ്ട് എത്തിക്കുക. എന്തേ ദാമോദരന്റെ നഷ്ടം തീരാത്ത നഷ്ടാണ്. ദാമോദരന്റെ ഭാര്യയ്ക്ക് ഇഞ്ഞ് ഗർഭം ഉണ്ടാകുന്നത് വരെ വാസുവിന്റെ കൂടെ അങ്ങോട്ട് താമസിക്കട്ടെ. മറ്റെന്ത് കുറവുണ്ടെങ്കിലും പിരിവിൽ നമ്മുടെ പാർട്ടി കുറയ്ക്കാൻ പാടില്ല. അതെ, സ്വാമിനാഥന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഇന്ന് എവിടെ തുടങ്ങുന്ന പറഞ്ഞ് ചോദിക്കട്ടെ ഒരു മിനിറ്റ്. ഹലോ, ആ പ്രസിഡന്റ് അല്ലേ? ഞാനൊന്ന് പഠിക്കട്ടോ. എന്താ പഠിക്കട്ടെന്നോ? മൂപ്പർക്ക് പ്രസിഡന്റ് അല്ലേ പറയാൻ പഠിക്കണത്രേ. ഹലോ, ആ വാസുവാണ്. ആ മറ്റേ സ്ക്വാഡ് എവിടെ ഇറങ്ങിയിരിക്കുന്നത്? പ്രശ്നനഗർ കോളനിയിലോ? നല്ല തുടക്കം. പടച്ചിപ്പാത്തിന് വിട്ടുന്ന ഇങ്ങനെ തൊട്ടേനും പിടിച്ചാനും ഒക്കെ കൂടിയാൻ തോറെ കായും ചോദിച്ച് നടക്കാൻ നാണോ മാനോ ഇല്ലട ഇങ്ങക്ക്. ഇത്ര പോരല്ലടങ്ങള്. അല്ല താത്ത, ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം വരാൻ പോണത്. അതിന്റെ വിജയത്തിനായി ഒരു സംഭാവന. നിങ്ങളുടെ സമ്മേളനം കൊണ്ട് പാത്തൂന് എന്താടാ കാര്യം? പാത്തൂന് നെജ്ജപ്പം ചൂടണെങ്കിലേ പാത്തു തന്നെ എണ്ണ ചൂടാക്കണം. അല്ലാണ്ട് നിങ്ങളുടെ നേതാക്കന്മാര് വരുവാടാ. ഞങ്ങളും വളർന്നു വരുന്ന പഞ്ചായത്ത് നേതാക്കളാ. ഞാനും വളർന്നു വരുന്ന ബേക്കറീസാടാ. എന്നോട് വേണ്ടാടാ നിങ്ങളുടെ കളി. മര്യാദക്ക് എന്റെ അടുത്ത് പുറത്തിറങ്ങിക്കോ. ഇതിനോട് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. വേറെ നേരം മെനക്കെടുത്താൻ നമുക്ക് അത്ര പോക്കറിന്റെ വീട്ടിൽ പോവാം. ചെല്ല് ഓന്റെ അടുത്തേക്ക് എന്നെ
തന്നെ ചെല്ല്. ഓൻ തരും, വണ്ടി കണക്കിന് തലയിൽ വെച്ച് തരും. ഡാ മോനെ ചെക്കാ തരക്കെടില്ല. ഇന്നെന്താ റസിയ ബീഗത്തിന്റെ മുഖത്തൊരു കനപ്പ്? ജാസ്മിൻ സെന്റ് മണത്ത കുറിഞ്ഞിപ്പോച്ചിയേ മാരി. എന്ത് പറഞ്ഞാൽ ഈ ബാപ്പാക്ക് തമാശയാ. നിങ്ങൾ ഇങ്ങനെ മോനെ ഡാ ചെക്ക എന്നൊക്കെ വിളിക്കണോണ്ട് ട്യൂഷൻ ക്ലാസ് കുട്ടികൾ എന്നെ കളിയാക്ക. തരം കിട്ടിയ ആ അബീസെ സുലേഖ ഒക്കെ വിളിക്കും ഡാ ചെക്കാന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോനെ ഞാൻ മോനേനെ വിളിക്കൂ. മോനീ ചായ ബാപ്പാന്റെ കയ്യിലേക്ക് എടുത്തു തരീൻ. ബാപ്പ മോനെ എന്നുള്ള വിളി അവസാനിപ്പിച്ചാലേ ഈ കൈകൊണ്ട് ഞാൻ ചായ എടുത്തു തരുള്ളൂ. നമുക്ക് മോനും മോളുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മോനേനെ വിളിക്കൂ. മോളുടെ ഉമ്മ മരിക്കുമ്പോ മോൾക്ക് 8 മാസം പ്രായം, ക്ലേ ക്ലേ എന്ന് കറിയ. എന്തിനാ ബാപ്പ രാവിലെ തന്നെ ഈ സെന്റിമെന്റ്സ്? ഇത് എത്ര പ്രാവശ്യം കേട്ടതായി റസിയ. ഇതാ ചായ, വേഗം കുടിച്ച് പോക്കറി പോയി ഈ അത്രയൊക്കെ വിറ്റ് വന്നാട്ടെ. ബാപ്പ പോയിട്ട് വരട്ടെ. പോക്കറിക്കാ, വൈകുന്നേരം വരുമ്പോ 2 പഞ്ചു ഇട്ടണേ. സ്ഥലമുണ്ട് പ്രസിഡന്റ്. ഇന്നെന്താ എല്ലാരും കൂടി ഓവാലത്തുമ്പിൽ ഒരു റാജ്യം വെച്ച്? അല്ല, ആ പത്രത്തിൽ എന്തുണ്ട് പ്രസിഡന്റ് വിശേഷം? അമ്മായിക്കാക്കെന്നെ വായിച്ചോ. അപ്പോ നമ്മള് പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ, ആ ഇവിടെ ഇവിടെ അപ്പൊ ഓക്കെ. ഹലോ, ആ അദ്വാണ്, കാടൻ അബ്ദു. മിസൈലിന്റെ കയ്യും വെച്ചിക്കണം പ്രസിഡന്റ്. ഈ പത്രം ഞാൻ ഇപ്പൊ തരാം. ഓ വായിച്ചോളൂ വായിച്ചോളൂ, പ്രശ്നങ്ങൾ മുഴുവൻ പഠിച്ചോളൂ. സമാധാനാണ് നമ്മുടെ നയം. എല്ലാ സമാധാനവും ഇവിടെ നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. ആന്ന് 20 കിലോനല്ലേന്ന് ഞാൻ എത്തിക്കാന്ന്, ഞായറാഴ്ചല്ലേന്ന്. ഇനി അതുകൊണ്ട് നിങ്ങളെ കല്യാണം മുടങ്ങൂലാന്ന് ഞാനാ പറയണേ. അതും അങ്ങനെ വാക്കൊന്നും മാറ്റണ്ട. ആന്ന് കാണിച്ചോ ബഷീർക്ക് ഗൾഫിൽ നിന്ന് വന്നാ എന്റെ പഠിപ്പ് അതോടെ തീരും. അവരെത്ര ചോദിച്ചേ? ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ പെങ്ക് 100 കൊടുത്തെന്നാ കേട്ടത്. പെൺകുട്ടികളുടെ ഒരു വിധിയെ. ഇതിനൊന്നും കല്യാണം എന്ന് പറയൂല, കച്ചവടം പറയൂ. ആട്ടെ, നിന്റെ ആളെ കാണലുണ്ടോടി? എവിടുന്ന് കാണാൻ? ട്രെയിനിങ്ങിന് പോയിക്കല്ലേ. ട്രെയിനിങ്ങിനോ? ആ, ബേക്കറി ട്രെയിനിങ്. എന്താ അമ്മയൊക്കെ കൈകൾ ആളെ പേടിപ്പിക്കാ? മൈലാഞ്ചിക്കാരൻ മുള്ളുണ്ടാക്കിയത്. അമ്മായിക്കാക്കത്തിലെങ്ങനെ വന്നോ? ആ മൈലാഞ്ചി കാട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. മയ്യത്താണ്. തന്നെ തന്നെ 1000 നോട്ടീസ് കൊണ്ട് അടിച്ചാളി. നിങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. സ്കാൻ ചെയ്ത ആള് കാണിക്കും. അങ്ങനെ അവിടെ നിക്ക്. നമ്മളെ പറ്റിച്ചില്ല കാക്ക. അവിടെ നിൽക്കി കാക്ക, ഒന്ന് നിക്കീന്ന് നിക്കീന്ന്. ഒന്ന് പനും കൊടുക്ക, ഒന്ന് പനും കൊടുക്ക. പൈസ എടുത്താട്ടോ. നിങ്ങൾ വാപ്പാ കൊടുക്കി ആർതാരും എടുക്കാൻ.
എന്തത്? ആരപ്പ ഈ നേരത്തെ? ഹലോ, അതല്ലേ എന്താ അന്തും കുന്തും ഇല്ലാത്ത മനസ്സിലാണ്ടാ ഇങ്ങനെ വെറുതെ സൈക്കിൾ ഔട്ടിട്ട് എന്താ കാര്യം? ഞാനിവിടെ ഉണ്ട്. പാവ അദ്ദു. നമുക്ക് കാക്കാ നിങ്ങളാണല്ലേ? നിങ്ങളാ ഞാൻ. അമ്മോ ദജ്ജാല് പടിയാ. നിങ്ങളെ ഞാൻ ചവിട്ടി കൂട്ടും. കാക്ക നിക്കീന്ന് ഓടിക്കല്ലേ നിങ്ങ. കാണിച്ചു തരാം നമുക്ക് കാക്കാ. കാണിച്ചു തരാം. എന്താ കാട്ടിയത്? ചെറുപ്പക്കാർക്ക് ബജ്ജി എടുക്കാനും പറ്റൂലേ? തരം കിട്ടിയ പീഡിപ്പിക്കൂലേ? കാലിലെ ചെരുപ്പ് ഊരും പാത്തു. ഈ ബിലീസിന്റെ സന്തതി. എടാ ആ മേൽവിലാസം ഇല്ലാത്ത കത്തു അനക്ക് എന്നെ കിട്ടിയില്ലേ? നമുക്ക് കാക്കാ ഇതിനുള്ള ബോണസ് കൂടി നിൽക്കാൻ തരാം. അവിടെ നിൽക്ക്. വിധി എനക്ക് അനുകൂലല്ല മോനെ. പാട്ടാ എന്താ ഇടിച്ചു കൂവ് ഞാൻ വെക്കും. വണ്ടി എടുക്കടോ. അല്ലാ, ഇതിലും നല്ലത് അദ്ദൂനെ പിടി കൊടുക്കേനി. അല്ലാ, ഒരാപ്പരുണ്ട്. ആ നിർത്തേ 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 നിർത്തേ. ഇവരെന്താണ് എന്താ എന്റെ കാലിന്റെ വീട്ടില് ക്ലച്ചുള്ളൂ, ബ്രേക്ക് ഇല്ലേ? അല്ല, വേറൊരു ഓട്ടോറിച്ചുണ്ട്. നായ എന്താണൊക്കെ കൂടി ട്രാഫിക്കിലാ പണി. നിർത്തുമോനെ, നിർത്തണം നിർത്തണം നിർത്തണം. നിർത്താൻ പറഞ്ഞാൽ നിർത്തിക്കൂടെ എനിക്ക് വണ്ടി? ആൾക്കാരാണ് ലൈസൻസ് തന്നേ. അടിപൊളി വണ്ടി വരണ്ട്. അത് ഞമ്മളെ വണ്ടിയാണ്, ഞമ്മളെ സ്വന്തം വണ്ടിയാണ്, തറവാട്ട് വക വണ്ടിയാണ്. നിർത്തണം 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 നിർത്തണം. ഒറ്റ കൂത്തോണ്ട് കുട്ടികളുടെ ഇവരൊക്കെ എങ്ങട്ടാ പോണത്? മൂത്താപ്പാര തലക്കീനോത്തിനാ. ഈ നായ ആരും കാത്തിക്കാണ്. അല്ല, വേറൊരു വണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് വിവരവും വിദ്യാഭ്യാസവും സംസ്കാരമുള്ള ഡ്രൈവർമാര്. കയ്യ് കാട്ടണ്ട, കയ്യ് കാട്ടണമെന്ന് തോന്നിയ അപ്പ നിർത്തും. വിട്ടൂടെ വീടടാ, വിട്ടൂടടാ. എട്ടും പത്തും മുട്ടനാടുകളെ മുട്ടിമച്ച് വെട്ടി തുറക്കി ഇറച്ചി കച്ചവടം ചെയ്തിനാ ഈ കാരണത്തു. ആ ഇഞ്ഞോടങ്ങളെ കളി ഭീഷ്മഞ്ചലി അർത്താണ് ഞാൻ. മാറ്റോ കത്തി കത്തി ഒന്നിനും പരിഹാരല്ലടോ. അത് ചൂടാകല്ലേ, കാര്യം എന്താ പറ നീ? നിങ്ങളെന്താ പ്രസിഡന്റ് മുണ്ടാണ്ടിരിക്കണം? വാദം എന്തെങ്കിലും പറ. ഞാൻ അതിനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ, ഒന്ന് ചിന്തിക്കട്ടെ. നിങ്ങൾ പഠിച്ചും ചിന്തിച്ചൊക്കെ വരുമ്പോഴേക്ക് അറിവ് ഒരു ഇവിടെ കഴിയും. അബ്ദു, നീ സമാധാനമായിട്ട് കാര്യം തുറന്നു പറ. നിങ്ങക്ക് ഒന്നും അറിയില്ല. എന്റെ കൂടെ പുറപ്പായിട്ട് ഒന്നേ ഉള്ളൂ, എന്റെ പെങ്ങള്. ഓളുടെ ജീവിതം ഇയാള്. അന്റെ പെങ്ങളെ പീഡിപ്പിച്ചു ഈ അമ്മായി കാക്ക. അയ്യോ, എന്റെ പെങ്ങളുടെ കല്യാണ ഈ ദുഷ്ടം മുടക്കിയത്. മുടങ്ങുമെന്ന് വിചാരിച്ചു പറഞ്ഞു ഒന്നല്ല, എളുപ്പം നടക്കട്ടെ എന്ന് വിചാരിച്ചു ലേശം പാലും പഞ്ചാരി അധികട്ട് പറഞ്ഞു പോയതാ.
അനക്കറിയില്ലേ രാവ? അത് പിന്നെ ജോനൊന്നും ചെയ്യണ്ട. ഉണ്ടായത് എന്താച്ചാ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഉണ്ടായത് ഇതാണ് രാവക മോഡല്. പുല്ലും പിണ്ണാക്കും കൊടുത്ത് ഇത്രയും കാലം നോക്കിയത് വെറുതെ. നിരാശപ്പെടല്ലേ കാക്ക? വെക്കണമെന്ന് വിചാരില്ലായിട്ടല്ല രാവക, നടക്കണില്ല. ഞാൻ അതിനെ വാണിയംകുളം ചന്തയ്ക്കുണ്ടോയി, പൊള്ളാച്ചി ചന്തയ്ക്കുണ്ടോയി, വേങ്ങര ചന്തയ്ക്കുണ്ടോയി, മഞ്ചേരി ചന്തയ്ക്കുണ്ടോയി. ഇഞ്ഞു കൊണ്ടുപോകാത്ത ചന്തയൊന്നുമില്ല. പശുവിന് ചെനയണ്ട ഉണ്ടെന്ന് പറയണം. സ്കാനിങ്ങിൽ കണ്ടത് കുട്ടികൾ 2 ആണെന്ന് പറയണം. കഴിഞ്ഞ കറവക്ക് 12 ലിറ്റർ പാല് കിട്ടിയെന്നും പറയണം. 12 ലിറ്റർ പാലുമായിട്ട് 12 ലിറ്റർ മൂത്രം കിട്ടണില്ല. 3 ലിറ്ററേ കിട്ടണുള്ളൂ. എന്ത് മൂത്രോ? അല്ല, പാല്. വെറുതെ അല്ല കച്ചവടം നടക്കാത്തത്. 12 ലിറ്റർ ആണെന്ന് തന്നെ പറയണം. എന്നാ 12 12 കച്ചവടം നടക്കട്ടെ. ഹലോ, കച്ചവടം ഉറപ്പിക്കും. വൈകുന്നേരം അഡ്വാൻസ്. എന്താ രാവക അതിന്റെ കുട്ടൻസ്? എന്റെ അമ്മായി കാക്ക വാ, കച്ചവടം നടക്കണം. കുറച്ചൊക്കെ കൂട്ടി പറയണം. അതിപ്പോ പൈക്കച്ചവടമായാലും തലക്കച്ചവടമായാലും പെൺകെട്ടായാലും. എന്നാ ശരി, കാണാം. അമ്മായിക്കൊക്കെ എങ്ങോട്ടാ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ തന്നെ രാഘവന്റെ ലേശം തിരക്കുണ്ട്, ഞാൻ നടക്കട്ടെ. അല്ല, തിരക്കുള്ള അന്നെ ഞാൻ പിടിച്ചു നിർത്തിയമായിട്ടുണ്ടല്ലോ. എനിക്കൊണ്ട് തിരക്ക്. പയ്യനെ നോക്കാൻ ആള് വരുന്ന ദിവസാ ഓനൊരു തിരക്കിന്റെ മുതലാളി. ഒരു മിനിറ്റ്. ഈ കാലി രാഘവന്റെ വീട് എന്തേനു? ഞങ്ങൾ ഈ നാട്ടുകാരല്ല. ഈ ബ്രോക്കർ രാഘവന്റെ വീട് ഇവിടെ എവിടെയാ? നമ്മളെ കാലിന്റെ. മനസ്സിലായി മനസ്സിലായി, നിങ്ങളാണ് ആൾക്കാരില്ലേ? ഞങ്ങളെ ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. മറ്റൊന്നില്ലെങ്കിലും പാരമ്പര്യമുള്ള കൂട്ടത്തിലായിരിക്കണം. അത് പിന്നെ പറയണോ? അടക്കം ഒതുക്കും നിർബന്ധം. എന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? ചവിട്ടും കുത്തും ഒന്ന് പെറ്റാന്നുള്ള അഹങ്കാരം ഒന്നും നോക്കില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? എന്താ ഓളെ തടിമിടുക്കൂസിനും ഇപ്പൊക്കെ പള്ളയിലുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭം? അത് ശരി, നിങ്ങൾ പറഞ്ഞതെന്തായാലും നന്നായിട്ടുണ്ട്. ഒന്ന് പെറ്റതിനെ കല്യാണം കഴിക്കാൻ മാത്രം ഞങ്ങൾ അത് വെച്ചിട്ടില്ല. പാടാങ്ങള് ഞമ്മളെ പൈക്ക് കല്യാണാലോചനയോ? അല്ല, ഞമ്മളത് പറയട്ടെ. ഒന്നും പറയണ്ട. ആ ഇറച്ചിക്കാരൻ കാടബ്ദുവിന്റെ ഒറ്റ പെങ്ങളാണ്, നല്ല അടക്കമൊക്കെയുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ആ ഹിമാർ രാഘവൻ നമ്മുടെ കൈക്കിട്ടണ്ടേ. പാൽപായസത്തിലാണല്ലോ പറച്ചോനെ കോയിച്ചാറൊഴിച്ച്. ഇതാണ് ഉണ്ടായ സംഭവം. അള്ളാണ് റസൂലാണ്. ഇതല്ലാണ്ട് ഞമ്മള് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ അമ്മായി കാക്ക, കന്ന് കച്ചവടവും പറമ്പ് കച്ചവടവും പോലെയാണ് പെൺകെട്ട്. അതൊന്നും കേക്കണ്ട. ഏറിയ ഒരാഴ്ച അതിന്റെ ഉള്ളില് ഇന്റെ പെങ്ങുകിന്റെ ചെക്കനും കൂടി നിങ്ങൾ ഇന്റെ വീട്ടിൽ കയറണം. മനസ്സിലായോ? എന്റെ ഇക്ക കാല പെട്ടെന്ന് കരുതി കറക്കാൻ കല എടുക്കല്ലേ. ബെസ്റ്റ് ഇക്ക. ഓരല്ലോ ഉപകാരം ചെയ്താല് ഒലക്ക കൂലി കിട്ടുന്ന കാലം അത്. അല്ല, എങ്ങനെയുണ്ട് പോക്കറ ഇപ്പൊ ബിസിനസ് ഒക്കെ? ഒന്നും പറയണ്ട എന്റെ അമ്മായിക്കാക്ക. ടൗണില് മുഴുവൻ ഊതും ഊതിന്റെ അത്തറും. ഞങ്ങളെ പോലുള്ളവരുടെ നടന്നു വിൽപ്പന മഹാമോശ. നാട്ടുകാര് പറയണത് അങ്ങനെയൊന്നും അല്ലല്ലോ. അത്തറും വിറ്റ് പൈസ ഉണ്ടാക്കി 10 സെന്റ് സ്ഥലം ടൗണിൽ എടുക്കാൻ പോകുകയാണെന്ന് ഇപ്പൊ ഒരു ശ്രുതി ഉണ്ട്. നാട്ടുകാർക്ക് പലതും പറയാൻ പറ്റും. അവരുടെ വർത്താനത്തിന് വേലി കെട്ടാൻ ഞമ്മക്ക് പറ്റില്ലല്ല. നീ പലപ്പോഴായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ചില്ലറ നിക്ക് തന്ന വലിയ ഉപകാരമായിരിക്കും. തര പോക്കറെ, ഇജ്ജ് കുറച്ചും കൂടി ഒന്ന് ക്ഷമിക്ക്. വേറെ നിവൃത്തിയൊന്നുമില്ലല്ല. അന്നാ പിന്നെ പോക്കറെ നമുക്കൊരു ചായ കുടിച്ചിപ്പിക്കാം. വേണ്ട, എനിക്ക് ചായ വേണ്ട. ഒരു ആനവണ്ടി വരാണ്ട് അതിൽ കയറി പോണ്ടതാ. അതിന് ശേഷം വരാനുള്ള മിസിയം കല്ല് പോലത്തെ മിനി വണ്ടിയാണല്ലോ. അതിൽ ഇജ്ജ് കയറിയാ പിന്നെ നാട്ടുകാർക്ക് കയറാൻ സ്ഥലം ഉണ്ടാവൂല. വേണ്ട പോക്കറെ, വേണ്ട. എന്റെ അടുത്ത് വേണ്ടാട്ടാ. വരട്ടെ.
അവിടെ നിക്കടാ, തിരിഞ്ഞു നിക്കടാ, ഇങ്ങോട്ട് തിരിയടാ, തൊള്ള കാട്ടടാ, തിന്നടാ, മുഴുവൻ തിന്നടാ, ചാടടാ, നിക്കടാ, ഇങ്ങോട്ട് നോക്കടാ, എടാ നിന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കാൻ. എടാ നീ ഒരു നേതാവിന്റെ നായാണ്, അത് നീ മറക്കരുത്. പാത്തുവിന്റെ വീട് ഏതാ? ഏത് പാത്തു? ഹലോ പ്രസിഡന്റ് ഈ അഡ്രസ് പറഞ്ഞു കൊടുത്തേ. ഹലോ അതെ, ഈ പാത്തുവിന്റെ വീടാൻ ചോദിച്ചു. പാത്തു ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഒന്ന് പഠിക്കട്ടെ. ചിന്തിക്കട്ടെ പഠിക്കട്ടെ. അതെ, ഈ പാത്തുവിന്റെ വീട് ഒന്ന് പറഞ്ഞു തരുമോ? എന്താ അഡ്രസ്? പാത്തുവിന്റെ വീട് മെയ്തീന്റെ ഉമ്മ മൈലാഞ്ചിക്കര. ഓ, നമ്മുടെ മൊയ്തുവിന്റെ ഉമ്മ പടച്ചിപ്പാത്തു. അന്റെ ഉമ്മയാണ് പറിച്ചിപ്പാത്തു. പോറ്റാൻ പഠിച്ചാ പോരാ, ചെല്ലും വിളി അനുസരിച്ച് വളർത്താനും പഠിക്കണം. ജയ് ഖദീജാനെ വളർത്താൻ പഠിപ്പിക്കണ്ടടി, പടച്ചിന്റെ കാര്യം നോക്കിയാ മതി. അതെടി, പാത്തുന്റെ കാര്യം നോക്കിയോണ്ടാ രണ്ടെണ്ണത്തിന് ഇവിടെ പിടിച്ചു കെട്ടിട്ടേക്കണത്. പാത്തുവോ മര്യാദക്കാക്കി വിട്ടോ, എന്റെ സ്വഭാവം എനിക്കറിയില്ല. ഇച്ച് വലിയ ഭർത്താനൊന്നും പറയണ്ട, ഞമ്മടെ മുമ്പിൽ നിന്ന് പോയിക്കോച്ച്. ഈ പാത്തുവോ ഈ മര്യാദക്ക് ഐറ്റങ്ങൾ എന്ത് വിടണോ, ഞാൻ ഇപ്പൊ എന്റെ അടുക്ക് വരണോ? എന്റെ അടുക്ക് വന്ന എന്റെ കാല് നമ്മൾ വെട്ടും. ഈ പാത്തുവാ പറയണത്. എന്റെ ബാപ്പ കബർമാന്റെ കാലന്തം വന്നാലും അയച്ചു വിടൂല പാത്തു. വിടരുത് പാത്തോ, വിടരുത്. നിങ്ങൾ എന്ത് കായ പൊറിച്ച ഭർത്താനാന്നും പറയണത്? എന്തെന്നെയായാലും വിടരുത് എന്നുള്ള ഒരൊറ്റ അഭിപ്രായം എനിക്കുള്ളൂ. രണ്ടെണ്ണത്തിന് നമ്മൾ ഔത്ത് കെട്ടിട്ടിട്ടുണ്ട്. ഓളെ മക്കളെ ഈ ഔത്ത് കെട്ടിട്ടാലും പോലീസ് കേസാവൂല പാത്തോ. നിങ്ങൾ എന്തിട്ട് ഭർത്താനാന്നും പറയണത്? ഓളോർത്ത പൂവങ്കോയും പെടക്കോയും എപ്പ നോക്കിയാലും നിന്റെ പൊരേന്റെ ഔത്താണ് കൈകൊട്ടിക്കളി. ആ കാര്യാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ചീത്തപ്പേരുള്ളതാണ്, ഈ നശിപ്പിക്കരുത്. കേറി കേറി മുറത്ത് കേറി കൊത്തങ്ങള്. അല്ല, നിങ്ങളിപ്പോ എന്തരത്തിന് അങ്ങോട്ട് വന്നത്? അല്ല പാത്തു, ഒരു 2000 ഉറുപ്പ്യന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒന്ന് സഹായിക്കണം. ഒരു ചെറിയ തിരുമറി. ഇവിടെ തിരിയില്ല മറിയില്ല. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളല്ലേ അത്ര പോക്കർ, ഓനോട് പോയി ചോദിച്ചോളി. അള്ളാണ് റസൂലാണ്, അത് ഞമ്മക്ക് ഹലാലായ പൈസയല്ല. ഓൻ സെന്റും കുപ്പിയിൽ ചിമ്മിനെണ്ണ കലക്കി വിൽക്കണ പൈസയല്ലേ. അത് ശരി. ഇന്നാള് കരീമിന്റെ ചായപ്പീടിയെന്ന് നിങ്ങളെ എന്റെ നെജപ്പ മോശാന്നും പറഞ്ഞില്ലേ? നിങ്ങൾക്ക് തരാൻ എന്റെ കജ്ജിൽ ഒരൊറ്റ പൈസ ഇല്ല. പടച്ചിപ്പാത്തുവിന്റെ വീടത്. നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് കറണ്ട് അടിച്ച മാരിക്കണേ? ഈ പടച്ചിപ്പാത്തുവിന്റെ വീട് പറയുന്നു, പാത്തുവിന്റെ വീട്. ഓ 110 kV കറണ്ടാണ് നീ എന്റെ അടുത്തേക്ക് വരണത്. ഞാൻ മംഗലാപുരത്തുനിന്നാ, മൊയ്തീന്റെ അടുത്തുനിന്ന്. ഇത് മുഴുവൻ മൊയ്തീൻ തന്നതാ, മൊയ്തീന്റെ ഉമ്മക്കേരാൻ. അല്ല എന്റെ പടച്ചോനെ, ഇജ്ജെന്റെ മോന്റെ അടുത്തുനിന്നാ വരുന്നേ. ഇതൊക്കെ എന്റെ മോക്ക് തന്നേച്ച. നിങ്ങൾക്ക് പോവാനായില്ലേന്നു. ഇജ്ജ് കൊത്തിരിക്കും, ഉമ്മ കുടിക്കാൻ എന്തേലും എടുക്ക. പാത്തുവിന് 2 കണ്ടെയ്നർ ഉണ്ടല്ലോ, മോൻ കൊടുത്തയച്ച്. എന്താടോ? അതെ, അത്ര പോക്കറിന്റെ വീടേതാ? എന്റെ കൽബിന്റെ കുൾബായ റസിയായിക്ക് എനിക്കിവിടെ സുഖം തന്നെ. അതുപോലെ നിന്നെയും ബാപ്പയും കരുതട്ടെ. നിന്നെ കാണാത്ത ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അധികം താമസിയാതെ ഞാൻ നിന്റെ അടുത്തെത്തും. ഇവിടെ എല്ലാത്തരം അലുവകളും ഉണ്ട്. നീല അലുവ, പച്ച അലുവ, ചുവന്ന അലുവ. ഈ അലുവകളൊക്കെ കാണുമ്പോൾ ഞാൻ അന്ന് തന്നെ ഓർക്കും. ഈ കത്തുമായി പറഞ്ഞത് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അസറുദ്ദീൻ പട്ടാണിയാണ്. ഈ മറുപടി കൊടുത്തയക്കുമ്പോൾ അനക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം പറയണം.
എന്ന് നിന്റെ സ്വന്തം മൊയ്തീൻ ക. അസ്സലാമലൈക്കും. വാലേക്കും സലാം. അത് നമ്മുടെ ചായയായിരുന്നു. ചായക്കുണ്ടോ പേറ്റന്റ് അവകാശം? ആ ഇനി നിങ്ങളുടെ ചായ നമ്മള് കുടിച്ചോളാം. മോനെ ഒരു ചായയും കൂടി. എന്താ ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം? ലേസം പൈസേന്റെ തിരിച്ചുണ്ട്. നിനക്ക് ആ പാത്തിനോട് ചോദിച്ചാ പോലെ. നിന്റെ വലിയ ചങ്ങാച്ചില്ലേ ഉള്ളു. അള്ളാണ് റസൂലാണ്. ഹലാലായ പൈസ നമ്മള് കൈകൊണ്ട് തൂക്കും. മോൻ എന്തെടുക്കായിരുന്നു അപ്പുറത്ത്? ഞാൻ പഠിക്കായിരുന്നു വാപ്പാ. കണ്ട എന്റെ മോള് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. പഠിക്കണം പഠിക്കണം. ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് വേണം പെൺകുട്ടികൾ പാസ്സാകാൻ. അല്ല ഖദീസ, ഇങ്ങനെ മെലിഞ്ഞ് ഒസാന്റെ കത്തി മാതിരി അയക്കണല്ലോ. എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ അമ്മായിക്കാക്ക. ആ പകച്ച് മാട്ടും മാനം ചെയ്ത് എന്നെ നശിപ്പിക്കാൻ നോക്കുക. അത് ചെയ്യും ഓൾ, അതും ചെയ്യും, അതിലപ്പുറം ചെയ്യും. എന്തോ ഓളുടെ നാവ്. അതിനോളം മർമ്മം നോക്കി ഇജ്ജും പറയണം. ഓളോ കുറുക്കൻ അന്തൃപ്പ എവിടെയാ? പോകൂലേ? ആണുങ്ങൾക്കോളുടെ വർത്താനം കേട്ട് നിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ആ ചെക്കനെ പറ്റി 56 കഴിഞ്ഞതിന് മുൻപേ ഓ സ്ഥലം വിട്ടത്. തന്നെ ഓളെ സ്വഭാവം അനുസരിച്ച് ഒരാണ് പോയിട്ട് ആരെയാണ് ഓളെ കൊടുത്ത് കഴിയൂ. നേരെ മറിച്ചല്ലേ ജി? എന്താ എന്റെ സ്വഭാവം പട്ടുപോലല്ലേ? അതുകൊണ്ടല്ലേ 5-6 ആണുങ്ങൾ മാറി മാറി എന്റെ കൂടെ യാതൊരു ഇടങ്ങേറും ഇല്ലാതെ കഴിഞ്ഞുകൂടിയത്. കടന്നു പോയി ഹാമുക്ക് കാക്കാപ്പോ. വരണം പറഞ്ഞാ വന്നേ പറ്റൂ. എന്താണ് പ്രസിഡന്റ്? ഒരു ഉദ്ഘാടനമല്ലേ, സമയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വരണെന്ന്. ചിങ്ങം 3 ആഗസ്റ്റ് 28. എന്താണ്? ഞാനൊന്ന് ചിന്തിക്കണം, ഞാനൊന്ന് പഠിക്കണം. വിളിക്കണോ കേന്ദ്രത്തിലേക്ക്? താനൊരു കേന്ദ്രത്തേക്ക് വിളിക്കണ്ട. അത് പ്രസിഡന്റ് തീരുമാനിക്കും. എന്ത് തീരുമാനം? പാസ്വേർഡ് പ്രസിഡന്റ് വന്നിരിക്കും. എന്താണ്? വരാം, അതാണ്. പക്ഷേ എനിക്കൊന്ന് പഠിക്കണം. എന്താ ഇത്? പഠിക്കാനത് സ്കൂളാണ്. വേശുട്ടമ്പോ പ്രസിഡന്റ് എന്തായാലും വരും. ഞാനല്ലേ പറയുന്നത്. പാസ്വേർഡ് വരാന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് വരാതിരിക്കരുതേ, വരാതിരുന്നാലോ നമ്മുടെ പരാതി തീരൂല, വരാതിരുന്നാലോ നമ്മുടെ പരാതി തീരൂല, വരാന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് വരാതിരിക്കരുതേ. സലാമുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ഞാനാ മൊയ്തു. പടച്ചിപ്പറമ്പി പാത്തുന്റെ മൊയ്തു എന്ന് പറഞ്ഞ മൊയ്തീൻ. അല്ല, ഇതാര്? നമ്മുടെ മൊയ്തു അല്ലേ? മൊയ്തു ഇങ്ങനെ പാപ്പ. ആയിക്കോട്ടെ. എന്റെ പൊന്നെ, എന്തൊരു ഉഷ്ണം. ഞാൻ മദ്രാസ് മേലിലാ വന്നേ. എന്തൊരു ചൂടാ. അടുത്ത ബജറ്റിൽ ഈ പഞ്ചായത്തിന്റെ ചൂട് കുറയ്ക്കാൻ ഒരു സെൻട്രൽ AC തന്നെ ഈ പഞ്ചായത്തിൽ ഫിറ്റ് ചെയ്തിരിക്കും. എന്റെ അല്ലോ, അത് എമ്മാതിരി AC ആയിരിക്കും പ്രസിഡന്റ്. ഇതൊക്കെ നടക്കണ കാര്യമാണോ നേതാവേ? നടക്കണ കാര്യം രാഷ്ട്രീയക്കാർ പറയോ? ഇവൻ ഏത് മൊയന്താ? മൊയ്തു ഇങ്ങനെ പാപ്പന്റെ പാപ്പ. ഹൈ, എന്താ അക്രമ സമാധാനാണ്ടത്? വെറുതെ എല്ലാരും കൂടി പ്രകോപിപ്പിക്കാണ്. ആരാണ്ടവനെ മൊയന്തേന്ന് വിളിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? എടാ മൊയന്ത, അന്നാരടാ മൊയന്തേന്ന് വിളിച്ചേ? ഇങ്ങനെ പാപ്പന്റെ പാപ്പ. ഇവിടെ നിന്ന് ചീത്തയാണ്ട ബാബാ, പെരെ പോയി ചീത്തയായിരിക്കോ, അല്ലെങ്കിൽ ജിന്റെ കൂടെ ഒന്ന് ചീത്തയായിരിക്കോ. ഞാൻ വേണ്ട, ഇത് പിടിച്ചോ. എന്നാ ശരിയെന്നോ. ചക്കപ്പം, വെള്ളലുവ, കറുത്തലുവ, ചുവന്നലുവ, പച്ചലുവ, കടിച്ചാപ്പറിച്ചി, തേങ്ങാമുട്ടായി, കടലമുട്ടായി, എള്ളുണ്ട, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? പഠിച്ചോന്നാ, ഇതൊക്കെ തിന്നാൻ പഠിച്ചു. നിങ്ങളുടെ വാപ്പ ന്റെ ഇതിന്റെ എന്തോ ഒരു കൂട്ടിന് എന്തോ കുഴപ്പമുണ്ട്. പറഞ്ഞ പൊങ്ങിയിരിക്കുന്നു. അമ്മായിക്കൊക്കെ ഇങ്ങോട്ട് നോക്കി. അമ്മായിക്കൊക്കെ ഇവിടെ നോക്ക് നോക്ക്. ബാഗ് എടുത്ത പെട്ടി ഞാൻ പിടിച്ചോളാം. അല്ല അമ്മായിക്കൊക്കെ എന്തേ കാണിക്കണത്? ഇതെന്ത് പകയനാണിത്? ഇതാരം മൊയ്തുവല്ലേ? ഇജാളെ നന്നായിക്കണല്ലോ. അനക്കാ മംഗലാപുരംകാരും നന്നായി പിടിച്ചിക്കണല്ലോ. നന്നായിട്ടുണ്ടല്ലേ? നല്ല രസമുണ്ടല്ലേ? ആ പിന്നെ ഇനി വേണ്ടാത്ത കൂട്ടുകെട്ടിലൊന്നും പോയി ചാടുന്നത്. ഈടാ അവന്റെ പെട്ടിയല്ലേ? അതണ്ടല്ല, അത് ഞാൻ പറയട്ടെ. അതെ, ഞാൻ അമ്മായിക്ക വില പിടിച്ച സാധനങ്ങളിലാണ് അതില്. എന്തൊക്കെയാടാ ഈ പെട്ടി?
എന്താ നിങ്ങക്ക് പെട്ടിമറയൊക്കെ ഒരു പണി? അതോ ഞാനൊന്ന് മൂത്രം പാത്താൻ നോക്കിയതേ. എനിക്ക് ബാത്റൂം ഇല്ലാണ്ട് പാത്താൻ പറ്റൂലോ. പെട്ടി മറയാക്കി പാത്തി നോക്കിയതേ. ഇന്നലെ നടന്നില്ലേ? ഇങ്ങനെ മൂത്രത്തിക്കലുണ്ടോ? ഞാൻ പൊടിച്ചാ നോടകണ്ട കൂതിഞ്ഞു. ഇതെന്തേ മൊയ്തു അന്റെ ഉമ്മ പെരയും പൂട്ടി ഏർവാടിക്കറ്റ പോയിക്കണ? എവിടെ പോയാലും മൊയ്തുവിന്റെ ഉമ്മ വരും. ഉമ്മ ആരാ മോൻ? അമ്മയ്ക്കൊക്കെ വന്നേ തട്ടി. എന്റെ പൊന്നെ എന്ത് കട ഇതിനൊക്കെ? ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസക്ക് മേടിച്ച സാധനങ്ങളായി ഇറക്കി വെക്കിട്ടാ. അത്തറ് പോക്കറിന്റെ മോളും തമ്മിൽ എന്താണ്ടാ? ഞങ്ങള് വലിയ അടുപ്പിലാണ്. അല്ല അടുപ്പത്തിലാണ്. അല്ല അടുപ്പത്തിലാണ്. എന്ത് മൊയ്ത് നിങ്ങടെ ബാപ്പ കത്ത് 3 മംഗലാപുരത്തിന് എഴുതി. ഒന്നും ഒരു സാറല്ലേക്കാ. ആരാണ് എഴുതി തന്നത്? എന്റെ ഒരു ഇന്റിമേറ്റ് സുഹൃത്താണ് അസുറുദ്ദീൻ പട്ടാണി. ആരാണ്ട് ഈ പട്ടാണി? ഇങ്ങള് കണ്ടിട്ടുണ്ടാവൂല. എന്റെ ഉമ്മാന്റെ അടുത്തേക്ക് ഞാൻ 3-4 പെട്ടി കൊടുത്തയച്ചേക്കണ്. ആ കൊരങ്ങൻ കുപ്പായിട്ട് ചങ്ങായി ഓനെ കണ്ട പട്ടാണി എന്തോന്നില്ല. ഒരു ഉസാറിന് കത്തെഴുതിയാലേ പെൺകുട്ടിയൊക്കെ റങ്ക് വരുള്ളൂ. ആട്ടെ, മംഗലാപുരത്തിന് എന്ത് ശമ്പളം കിട്ടി? അതാ ചെലവ് വെച്ചിട്ട് 1500 റുപ്യ കിട്ടും. ഇത് കണ്ട പൈസ 1 2 3 4 5 6 7 8 9 10 12 13 14 16 20,000 ഇങ്ങനെ എത്ര പൈസ ഉണ്ട്. ഇത് ഇങ്ങക്ക് ഇതെന്തിനാണ്ട് എനിക്ക് ഇടിയോട്ടാണ്ടിരിക്കാനോ? തന്റെ ഉമ്മ കൊടുത്ത 50 പൈസ റങ്കുള്ള കത്തിയാൻ എഴുതി തരാം. പീസ് ലേസം കൂടും. അങ്ങനെയാണ് പീസ് എത്ര വേണ്ടി തരാ? ഒന്ന് എഴുതി തരി. 500 8 പീസ്. 3 4 5. ആട്ടെ, എങ്ങനെയാ കത്തോക്ക് കൊടുക്കുക? ഞാനങ്ങനെ കൊടുക്കണെന്നാ. ഞാൻ അവിടെ വാപ്പാടേ കൊടുക്കും. മോക്ക് കൊടുക്കണേന്നും പറഞ്ഞിട്ട് ഒരു മൊയൻ തന്നെയാ. മോയന്റെ വാപ്പ തന്നെ. ഓള ബാപ്പാന്റെ കൈമ്മൽ എന്റെ തല കിട്ടിയാല് സുമോ ഗുസ്തിക്കാരന്റെ കൈമ്മല് കൊട്ടനടക്ക കിട്ടിയ മാതിരി ആയിട്ട്. അതിനുള്ള കൊടുക്കൻ ടൈം ഞാൻ പറഞ്ഞുതരാം. അതിന് പറച്ചിൽ പീസ് 500. ഇനി ഞാൻ തരൂല. എന്നാ പറച്ചിലുമില്ല. മൊയ്തു, ഇതാണ് ഉദരവൽക്കരണം. ഞാൻ അണക്ക് ചെയ്തു തരുന്നത് ആഗോളവൽക്കരണം. വൽക്കരിച്ച് വൽക്കരിച്ച് എന്റെ പേഴ്സ് എത്തിയോ പോലെ നിങ്ങൾ പറഞ്ഞു തരി. അന്റെ മൊഞ്ചത്തി റസിയാക്ക് ചോറ് വെയിച്ചിട്ടുണ്ടോ ഒരു ഉച്ചമയക്കം? ഓളെ പാപ്പ അത്ര പോക്കർ അവിടെ ഉണ്ടാവൂല. ഈ നൂലുമ്പില് മുട്ടായും കത്തും കെട്ടി ഓളെ മുറിയിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. കത്ത് നൂലുമ്പിൽ ഇങ്ങനെ ഇറങ്ങി വരും. ഓള് കിടക്കണോടത്ത് എങ്ങനുണ്ട്? ലോകത്തിൽ ആദ്യമായിട്ട് നൂലുമ്പില് മുട്ടായും കത്തും ഇറക്കി കൊടുക്കണ കാമുകണ്ട. ഇങ്ങനാണ് ശരിക്കുള്ള ശാസ്ത്രജ്ഞൻ. കത്ത് കൊടുക്കണ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. എഴുതിക്കോളി എഴുതിക്കോളി. റസിയ പുന്നാരമോളെ റസിയ അത്ര മോളെ സെന്റ് റസിയ ഊതാണ് ബാപ്പ നിന്റെ പോക്കറ് നീ ഊതിന്റെ അത്തറ് റസിയ. ഈ നായക്കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റർ കൊടുക്കുന്ന സമയത്താണ് ഈ ചന്തനായുടെ ഒരു കൊര. ഇപ്പൊ നായ എന്താ ബാപ്പാന്റെ മോനൊരു മൂളിപ്പാട്ട്? ഒന്നുമില്ല ബാപ്പ. എന്താന്നറിയില്ല, ബാപ്പാക്ക് വല്ലാത്തൊരു ക്ഷീണം.
അതുകൊണ്ടാ നേരത്തെ കച്ചവടം നിർത്തി ഇങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് നടു നിർത്തട്ടെ. ഒരേന്നായതുകൊണ്ടേ കഞ്ഞി പള്ള നിറച്ചങ്ങോട്ട് കുടിച്ചു. ഞാൻ ബീത്താത്താനോടൊന്ന് പോയിട്ട് വരാം. വേഗം വരണം. ഒന്നും മയങ്ങി എണീറ്റാ ബാപ്പാക്ക് സ്ട്രോങ് ഒരു ചായ തരണ്ട. ശരി ബാപ്പ. അയ്യോ, ഓ പടച്ചോനെ. മുള്ളില്ലാത്ത സാധനം വെച്ചിട്ട് വെയില് കെട്ടാൻ പറ്റില്ലത്. എന്തത്? ചട്ടിക്കകത്ത് കറിയല്ല പൂച്ചെടിയാണ് വയ്ക്കുന്നത്. നായക്കുട്ടിയുടെ നോക്കൂ ഞാൻ. സൂപർക്കത്തിൻ്റെ അതിർപ്പത്തി ഉച്ചക്ക് കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ ഡൈവ് ചെയ്യാം. ഇനി ലെറ്റർ വഴി ചൂണ്ടയിടാം. മെയിൻ കടിക്കുന്നത് പോലെ റസിയയുടെ ലെറ്റർ എടുത്ത് കടിച്ചു പിടിക്കുന്നു. ഞാൻ ചൂണ്ടലിൽ ഓർക്കുന്നു. ചുണ്ടത്ത് ചെന്ന് അവൾ ഉണ്ടാകുന്ന അവളുടെ പഠിച്ചവനെ തട്ടി പുന്നാര ഒരുപാട് റസിയ നീ കേട്ടോ. എനിക്കറിയാം ഇത് വായിക്കുമല്ലേ. എന്റെ റസിയ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഞാൻ അധ്വാനിച്ചു കൊണ്ടുവന്ന പൈസ മൊത്തം നിനക്ക് തരും. എഴുന്നേക്ക, കത്ത് വായിച്ചിട്ട് വാ. റസിയ എഴുന്നേക്ക്. റസിയ എന്നതായത് അല്ലാണ് റസൂലാണ് റസിക്ക് കത്ത് കൊടുക്കാൻ വന്നതല്ല. ഞാൻ പട്ടപ്പറത്തി പഠിക്കാൻ വന്നാണ്. അന്റെ ഉമ്മാന്റെ പട്ടം പറപ്പിക്കല് നമ്മുടെ കൂടിന്റെ അകത്താ. ഇനി മേലിൽ ഇന്റെ പുരേന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ എന്നെ കണ്ടുപോകരുത്. ആയിക്കോട്ടെ, ഇനി മേലെ ആവർത്തി മീൻ മഴയായിരിക്കുമോ? ഇന്ത്യ വിട്ട റോക്കറ്റ് തലയും കുത്തി വീണ് തട്ടിയായിരിക്കും. ഇന്ത്യ വിട്ട റോക്കറ്റ് അല്ല, അത്ര പോക്കറ വിട്ട റോക്കറ്റാണ്. ആ മരുന്ന് നിറച്ചത് നിങ്ങളാണ്. ഗംഗാമോചി നീക്കി പറ്റിയത് പോക്കറാക്കന്റെ ഒറ്റ ചവിട്ടി ഞാൻ 3 റുപ്യ പോയിന്റ് ഇപ്പുറത്താണ് ഒന്ന് വീണത്. എന്നാലും എനിക്ക് ലാഭമാണ്. 3 റുപ്യ ലാഭം കിട്ടിയില്ലേ? അതിനെനിക്ക് ഈ വഴിക്കല്ല വരേണ്ടത്. എനിക്ക് 6 റുപ്യ കൊടുത്ത് വേറെ വഴിക്കാ പോകേണ്ടത്. നിരാശപ്പെടല്ല മൊയ്തോ. എത്ര പ്രാവശ്യം മൂക്കുത്തി വീണിട്ടാണ് റൈറ്റ് സഹോദരന്മാര് വിമാനം പറത്താൻ കണ്ടുപിടിച്ചത്? ആണോ? അപ്പൊ ഞാനും കണ്ടുപിടിക്കും. കഴിഞ്ഞ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് നിങ്ങളുടെ ശിങ്കടി ഈ നീർക്കോലി ഭാസ്കരം മുക്കി എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ശാന്തരാകൂ, രോഷം ഒന്നിനും പരിഹാരമല്ല. ഞാനൊന്ന് പഠിക്കട്ടെ. നോക്ക് വാസേട്ടാ, മൂപ്പര് പഠിക്കട്ടെ. ഏതെങ്കിലും LP സ്കൂളിൽ ചേർക്കാം. വെള്ളപ്പൊക്ക ഫണ്ട് പിരിച്ചപ്പോഴാണ് എന്റെ വീട് പണി. ഇനി വരൾച്ച ഫണ്ട് കൂടി പിരിച്ചാ പെയിന്റിങ് കഴിയും. അതിനെന്നെ എങ്ങനെ നീർക്കോലി എന്ന് വിളിച്ചത്? ശാന്തരാകൂ, സമാധാനമാണ് നമ്മുടെ സമരമാർഗം. ഇന്ന് രാത്രി 10 മണിക്ക് വാസുവിന്റെ വീട്ടിൽ വിളിച്ച യോഗത്തിൽ ഭാസ്കരൻ പങ്കെടുക്കണം. അവിടെ വിശദീകരിക്കട്ടെ കാര്യങ്ങള്. കേട്ടോടെ നിർക്കോലി. രാത്രി 10 മണി മറക്കണ്ട. ശരി, രാത്രി 10 മണി. അമ്മായി കാക്കാ, ഇത് ഞാനാണ്. പേരും മേൽവിലാസമൊക്കെ നിശ്ചയുള്ള ചിഹ്നാണല്ലോ.
ഇത് ഞാനാണ് മൊയ്തോന് പേടിക്കണ്ടെന്ന്. അനക്കൊന്ന് പറഞ്ഞൂടെ നമുക്ക്? അതെ, ഞാനിവിടെ പേടിയായിട്ട് നിൽക്കണാണ്. അതെ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. ചൂട്ടും കത്തിച്ചോണ്ട് ഒരാൾ വന്നാണ്ടപ്പോ കൂടെ കൂട്ടാന്ന് വിചാരിച്ച്. പേടിക്കണ്ടോ? എന്റെ മുന്നിലായിരുന്നു. പിന്നിലായിരുന്നു. മനസ്സിനൊരു ഉറപ്പുണ്ടായി. ഒരു കാര്യം ചെയ്യും, എന്റെ മുന്നിലും പിന്നിലും കൂടി ഇറന്നോ, ഞാൻ തടുക്ക് ഇറന്നോളാം. അമ്മായിക്കൊക്കെ എന്ത് വർത്താനം പറയണത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നിച്ച് നടക്കാം. മൊയ്തു, ആ കാണാണ് പള്ളിക്കാട്. അമ്മ, എനിക്ക് പേടിയായിട്ടും പാടില്ല. പേടിക്കണ്ടടാ, പേടിച്ചാ വയറിളകും. അമ്മായിക്ക, എടീ, ഞങ്ങളോട് സഹകരിച്ചാൽ നിനക്ക് നല്ലത്. ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിൽക്കാതെ പറഞ്ഞത് അതാ നിനക്ക് നല്ലത്. നിനക്കോട് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത് ചതിയാണ്. വീട്ടിൽ നിന്നിറക്കിയത് ഇതിനായിരുന്നോ? ആൽബത്തിൽ അഭിനയിക്കാനാണെന്നും പറഞ്ഞു വിളിച്ചിട്ട് എന്നെ ഇത് ആൽബപീഡനാടാ. അത് കാണാൻ നല്ല രസമുണ്ടാവും. ഞാൻ പോയി നോക്കട്ടെ. ഇത് സർട്ടിഫിക്കറ്റ് ആണ്. എന്നെ പോലുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് കാണാൻ പറ്റൂല. ഞാനൊരു കുടുംബത്തിന്റെ അത്താണിയാണ് സാർ. അത്താനാണെങ്കിൽ ഞാനിവിടെ പോയി ചുമടിറക്കിയാലോ? ഇവിടെ ഒരു പട്ടി നിന്നെ രക്ഷപ്പെട്ടാമല്ല. അത് അന്ന വിചാരിച്ചിട്ടാ, അതെ, അന്ന ഉദ്ദേശിച്ചിട്ടാ, അതിക്കന്നെ വിചാരിച്ചിട്ടേ. ഒരു വടിയോട്ട് എടുക്കടാ. തങ്കമണിയും വിതുരിയും കഴിഞ്ഞപ്പോ പൊന്തക്കോട്ടിന്റെ ഉള്ളിലാവും പോലെ പീഡനം. നിങ്ങൾ എന്താണ് ഈ പറയണത്? നിങ്ങൾ ഈ വയസ്സാം കാലത്ത് വടിയും കുത്തിപ്പിടിച്ച് നടക്കണ്ട. എടാ നമുക്ക് ഇപ്പൊ രക്ഷിച്ചില്ലെങ്കിലേ നാളെ എന്നെച്ചിൽ ഒഴിവാക്കണ കോയിച്ചണ്ടി മാതിരിയായി പോവാ പെൺകുട്ടി. വടി എവിടെ നിന്ന് കിട്ടും? ഇപ്പൊ വേലിപ്പത്തിൽ ഊരടാ. ഇന്ന് നേരത്തല്ലാണ്ട് പിന്നെ എപ്പളാ ഊര? ഇതുവരെ നിങ്ങൾ കേട്ടത് അഗ്നി നക്ഷത്രം എന്ന നാടകത്തിന്റെ 2ാം ഭാഗം. 3ാം ഭാഗം അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം. അടുത്തതായി കൊച്ചി നിലയത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട എന്താ മൈക്കാക്ക ഞാൻ വിളിക്കിരിക്കണ കാണാമെന്നാണോ? പിന്നെ കാണാൻ പറ്റിയൊരു പരിപാടി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എനിക്ക് ഇവൻ കൂടെ വേണം. റേഡിയോ തോമസ് ഒരു കലാകാരൻ തന്നെ അല്ലേക്കാ? തന്നെ മറക്കിരിക്കുമ്പോഴും അതല്ലേ റേഡിയം കൈമല്. വെറുതെ അല്ല ഒരു കലാമണം. നിങ്ങള് പേടിച്ചു പോയില്ലേ അമ്മായിക്കാക്ക? ആരൊക്കെയായി വരണത്? കാറ് വെക്കാനാണോ മഴ പെയ്യണത്? അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഇപ്പൊ കുറച്ചു നാളായിട്ട് അളിയനെ തീരെ ഇവിടെ കാണാനില്ല. ഇരിക്കി. പെണ്ണാകപ്പോ മൊഞ്ചത്തിയായിരിക്കണ്ടല്ലോ. അമ്മോനിക്ക് തടിച്ചു വീർത്തു പോയില്ലേ? വേണ്ട വേണ്ട വേണ്ട. എവിടെ രസീത്താത്ത? ഓളെ പഠിപ്പിന് പോയതാ. അളിയന്റെ ബിസിനസ് ഇപ്പൊ എങ്ങനെ പോണ്? ബിസിനസ് ഒക്കെ ജോറായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ബന്ദറിലിപ്പോ പഴയ പോലെയല്ല. കർണാടക എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെയും തുടങ്ങിയിരിക്കുന്ന യൂണിയനും കൂടി പിടുത്തും. മലയാളി അവിടെ ഉണ്ടാവുമല്ലേ? അല്ല, ഈ ഉണക്കമീൻ കച്ചവടത്തിന് യൂണിയനോ? അത് ശരി. ഇതേ 4 ഉണക്കമീൻ കച്ചവടം എന്നല്ല, വലിയ എക്സ്പോർട്ടിംഗ് ഏജൻസിയാ. ഹൈറൂസ് ഡ്രൈ ഫിഷ് എക്സ്പോർട്ടേഴ്സ്. വരുമാനം നല്ലോണ്ട്. പക്ഷേ മനസ്സിന് അസുഖമില്ലാത്ത. എനിക്കറിയാളിയാ,
എന്റെ പെങ്ങള് പിയ്യാത്തൂന്റെ മരണം നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. വേറെ ഒന്ന് കെട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല. അത് വിടിയാളിയ. എനിക്ക് ഇഞ്ഞിന്റെ മക്കളും ഓർക്ക് ഞാനും. അത് മതി എന്റെ ജീവിതത്തില്. ആ മോളെ, ഇത്താത്ത വരുമ്പോക്ക് നേരാവും. എന്റെ ഓള് ചെന്ന് ഇത്തിരി ചായ ഇടിക്കും. ശരി. പഞ്ചായത്ത മതിയിട്ടാ. അളിയൻ ഈ കുപ്പായൊന്ന് മാറ്റിയിട്ട് വാ. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ എന്തിട്ട് വർത്താനാ പറയണ? അവിടെ ബിസിനസ് നോക്കാൻ ആരാ ഉണ്ടാവുക? പെൺകുട്ടികളുള്ള വാപ്പാരെന്ന് പറഞ്ഞ കാവൽനായന്റെ മൈര കുറ്റിയുമ്മ കിടന്ന് ഇങ്ങനെ തിരിയണം. തൽക്കാലം നിങ്ങൾ തിരിച്ചല് നിർത്തി. ഞാൻ ഇപ്പൊ വരാം. ഇവിടെ ബേക്കറി സാധനം ഒന്നും കാണൂല. ഒക്കെ ഞമ്മള് കൊണ്ടുവന്നിക്കണെന്ന്. എന്നാലും അതല്ലല്ലോ കാര്യം. ഞാൻ ഇപ്പൊ വരാം. അളിയാ, റസിയാന്റെ പഠിത്തപ്പ എവിടം വരെയായി? ഓളിപ്പോ പാസിംഗ് ടെക്നോളജിയോ തുന്നലോ മറ്റോ പഠിക്കുക. പഠിപ്പിന് ഓളെ കഴിഞ്ഞിട്ടുള്ള ഓളെ ടീച്ചർമാര് പറയണത്. ഇത് ഇവിടെ എവിടെ ചെന്നിരിക്കുക? വരാതെങ്കിൽ ഇങ്ങനെ പണി കൊടുത്തോണ്ട് എന്താ ഇതൊക്കെ? ഇത് എനിക്ക് എന്നും ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുമോ? ഈ ദുനിയാവിന്റെ ഒരു മൂലയിലും നമ്മൾ തമ്മിൽ കാണാനായിട്ട് നിന്റെ ബാപ്പ അത്ര പോക്ക് സമ്മതിക്കോ? പിന്നെ നീ പഠിക്കുന്ന തുന്നൽ ക്ലാസിന്റെ അടുത്തല്ല പിന്നെ നിന്നെ എവിടെ വന്ന് കാണും? തൊട്ട് കളിക്കല്ലേ? അതെന്താ അത്ര പോക്കിന്റെ മോളെ തൊട്ട എന്നെ അലിഞ്ഞു പോവും. ഇങ്ങക്കത് പറഞ്ഞാ മതി. ആരെങ്കിലും ബാപ്പാനോട് പറഞ്ഞാണ്ടല്ലോ. അപ്പൊ നമ്മുടെ നിക്കാതെ നേരത്തെ നടക്കും നടക്കും. നിങ്ങൾ നടക്കണ കാല് ബാപ്പ വെച്ചേക്കില്ല. എന്റെ കരളെ, നീ എന്നെ പേടിപ്പിക്കല്ലേ. ഇന്നത്തെ പഠിപ്പൊക്കെ മതിയാക്ക. ഇങ്ങോട്ട് കേറ, ഈ വണ്ടിയിലേക്ക് കേറാൻ. അത് പറ്റില്ല. എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ വരാനുള്ളതാ. ഇന്ന് നമ്മുടെ രണ്ടാളീ വണ്ടിയന്മാര് കേറുകൂടെ. ഈ വണ്ടിയിലേക്ക് കേറ്. ഇങ്ങോട്ട് കേറ് മുത്തേ. ഇങ്ങോട്ട് കേറിക്കേ, ഇങ്ങോട്ട് കേറിക്കേ, ഇങ്ങോട്ട് കേറിക്കേ. എന്റെ ചക്കര വേറെ മുത്തേ പഴമേ. എനിക്ക് മംഗലാപുരത്തിന് വരുമ്പോ എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളത്? എന്നാ കൊണ്ടുവന്നോ? പപ്പടം, പഴം, പായസം. പക്ഷേ അതെറ്റിപ്പോയി. പപ്പടവും പഴവും പായസം ഒന്നുമില്ല. ഉണ്ടപ്പൂരി, വയസ്സപ്പൂരി, പിന്നെ കറുത്തലുവ, വെളുത്തലുവ, പിന്നെ എന്നാക്കെ സാധനം വേണം നിനക്ക്. ഒന്നാമത് നിന്റെ പ്രേമം കാണുമ്പോൾ എന്റെ ഉള്ളിൽ ചങ്കിൽ കിടന്ന് എന്തോ ഇടിക്കുന്നത് പോലെ തോന്നുന്നു. സത്യം ഞാൻ പറയാം. നിന്നെ മറക്കാൻ പറ്റിയല്ല. അതെ അതിന്റെ അപ്പുണ്ട്. എന്റെ പുളി തനി രണ്ടാളും ഒരുമിച്ചയക്കണ. ബേക്കറി പണി എടുത്ത് റാണി വേണ്ടി തുടങ്ങിയിരിക്കണല്ലേ. വലി വലി ഓന്റെ ചവിട്ടില് പഞ്ഞി തിരുകാൻ പറ്റൂല്ലോ. അമ്മയ്ക്കാക്കടെ സന്തോഷത്തിന് 100 രൂപ ചോട്ടാ. നിങ്ങക്ക് രണ്ടാക്കും സങ്കടം വരാണ്ടിരിക്കാന്ന് പറയും. എനിക്കിപ്പോ പൈസന്റെ ആവശ്യമൊന്നുമില്ല. നോക്കിപ്പോ വരുമാനമൊന്നുമില്ലേ? കൊടുക്ക്. വേണ്ടിയിരുന്നില്ല. തല നല്ല തോർത്തിക്കാണ്ടി. ജലദോഷം പിടിക്കണ്ട. അതെ അമ്മായിക്കാക്ക പേടിക്കണ്ട. ഞാൻ ഏറ്റ്. ഇനി സൈക്കിൾ എന്നൊക്കെ ആരോട് പൈസ മേടിക്കും? തൊഴിലില്ല, വരുമാനമില്ല എന്നൊക്കെ വെറുതെ പറയാണ്. ഇങ്ങനെയാണ് സ്വയം തൊഴിൽ കണ്ടെത്തല്. പ്രസിഡന്റ്, പ്രസിഡന്റ്, എന്താ കഥ? ഒന്നും പറയണ്ട എന്റെ പ്രസിഡന്റ്. ആ പാത്തുകാരൻ ഒരു സ്വൈരവും ഇല്ല. ഞാനൊന്ന് പഠിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. നിങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഓളിന്റെ പേര് അടിച്ചു തകർക്കും. നിങ്ങൾ 2 പെണ്ണുങ്ങളായിട്ട് ഈ പഞ്ചായത്തിന്റെ ക്രമസമാധാനം തകർക്കരുത്. ക്ഷമയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ പോയാലേ എന്റെ ക്ഷമ നശിക്കും. ഒറ്റ ചവിട്ടിന് ഓളെ ഞാൻ മര്യാദ പഠിപ്പിക്കും. ഇനിയും ചവിട്ട് കൊള്ളാനാണ് എനിക്ക് വയ്യ. ആണക്ക് ചവിട്ട്. എടോ എടോ എടോ, പ്രേമിക്കണവർക്ക് ചവിട്ട് എന്നല്ല, അടി ഇടി കുത്ത് കൊല ഇതൊക്കെ സഹിക്കേണ്ടി വരും. ഈ ചരിത്രം പഠിച്ചില്ല, ഹിസ്റ്ററി പഠിച്ചിക്കണ. എനിക്ക് റസിയോട് ലവ് പ്രയാണെന്ന് മാത്രം അറിയാം. അതറിയാലോ. ഓക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും സഹിക്കാൻ തയ്യാറല്ലേ? മരിക്കാൻ വരെ. എന്നാ ഞാൻ അനക്ക് ഒരു ഉറുക്ക എഴുതി തരാം. എന്തേ? എന്തിന്? ഒരു ധൈര്യത്തിന്. ധൈര്യം ഉണ്ടായാലോ? ഇവനെന്തൊരു എന്താണ് മൊയ്ത് ഇങ്ങടെ വാപ്പ. ഉറുക്കിൽ ലേസം പൈസേന്റെ ചെലവൊക്കെ വരും.
അതെ മംഗലാപുരത്ത് കൊണ്ടുവന്ന മുഴുവൻ പൈസ നിങ്ങൾക്ക് തന്നില്ലേ? ഇനി എവിടുന്ന എന്റെ അടുത്ത് പൈസ? പൈസ ഇല്ലേ ഉറുക്കില്ല, ഉറുക്കില്ലേ ധൈര്യമില്ല, ധൈര്യമില്ലേ റസിയും ഇല്ല. അതെ എന്റെ ഉമ്മ കറണ്ട് ഓഫീസിൽ അടയ്ക്കാനായിട്ട് 92 റുപ്യ തന്നിട്ടുണ്ട്. ആഴ്ച അരി 49, ചിമ്മിണി 26, ചായപ്പീടിയയില് കൊടുക്കാൻ. അത് നിങ്ങൾ എന്ത് കണക്കാണ് ഈ കൂട്ടണത്? ഞാൻ എന്റെ പേടിന്റെ ശതമാന കണക്കൊന്ന് കൂട്ടി നോക്കിയതല്ല, അതിനനുസരിച്ച് വേണല്ലോ ഉറുക്ക്. എന്തേ? പ്രതിഫലം പ്രതിഫലം, ചൂടാറാതെ പ്രതിഫലം. പൈസ കൊണ്ടടങ്ങ്, കരണ്ട് പൈസ, കരണ്ട് പൈസ. അനക്ക് ചൂടോടെ പ്രതിഫലം കിട്ടും. അതെ കറണ്ട് ഓഫീസിൽ പൈസ അടച്ചില്ലെങ്കിൽ കറണ്ടിന്റെ ഫീസ് വരും. എനിക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ എന്റെ ലവിന്റെ ഫീസ് വരും. അത് ശരിയാവൂല. കറണ്ടിന്റെ ഫീസ് വരികയാലും ശരി, എനിക്ക് റസിയാനെ കിട്ടിയാൽ മതി. കിട്ടടാ, കിട്ടാനുള്ളത് അനക്ക് എന്നെ കിട്ടും. അപ്പോഴേക്കും വിളിച്ചേക്കണ്. എന്താ ഉറുക്കും കയ്യെ പിടിച്ച് ബ്രിഡ്ജിൽ വെച്ച അയിലേന്റെ ചേൽക്ക് ഇങ്ങനെ ബർങ്ങലിച്ചിക്കണ. നിങ്ങൾ പോ. എടാ ഉറുക്കായിട്ട് വെറുതെ പോയാ പോരാ, ഉറുക്ക് കയ്യുമ്പോ കെട്ടിയിട്ട് നേരെ അത്തർ പോക്കറിന്റെ അടുത്ത് പോണം. എന്നിട്ട് വേണം മൂന്നാറ് കയറി ജെസി പോലെ അയാളെന്നെ ഇടിച്ചു നിരത്താൻ. എടാ ധൈര്യത്തിലേക്ക് അവിടെ പോയി പറയണം, എടാ അത്തർ പോക്കറേ എനിക്ക് നിങ്ങളെ മോളെ കെട്ടിച്ചേരണം. അതെ ഒരു കാര്യം ചെയ്യ, ആരോഗ്യമുള്ള വേറെ ആരോടും പറയാതെ. ഇപ്പൊ അത് അത്ര അയാൾ എനിക്ക് 3 കിലോമീറ്റർ ചുറ്റിനുള്ളിൽ ഊരുവലക്കേക്കനാണ്. ഇനി ഭാഗത്ത് കണ്ടുപോരെന്നാണ് പറഞ്ഞേക്കണത്. എടാ റസിയനെ കെട്ടണമെങ്കിൽ യോന്റെ നിയമം ലംഘിക്കണം. എടാ ഇഞ്ച് എങ്ങനെ സ്വതന്ത്രമായി അറിഞ്ഞൂടാ. എടാ മോയന്ത് മോയന്തു അല്ല മൊയ്തു തന്നെ, അത് തന്നെ. എടാ നിയമം ലംഘിക്കണം, മനസ്സിലായോ? ഇപ്പൊ ഞാൻ അത്ര പോക്കർ സങ്കൽപ്പിക്ക്. എന്താടാ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്? എടാ ചെലപ്പോ അങ്ങനെ ചോദിക്കും. വിറക്കരുത്, കയ്യുയർത്തും, തളരരുത്. അടിക്കടി ചോരക്ക് ചോര, അടിച്ചോ ഇടിച്ചോ ഈ പെണ്ണി വയ്ക്കണം. ഇപ്പോഴെനിക്ക് ധൈര്യം. ഒന്നും കൂടെ നോക്കിയാലാ? എന്താടാ? എടാ പട്ടി, എനിക്ക് നിന്റെ മോളെ വേണം. എന്നാലും അങ്ങാടിന്ന് വാങ്ങണ ഉറുക്കിന് ഇത്രക്ക് സക്തിയോ? ആ ഒരു ചവിട്ട് അത് മതിയോ എന്റെ പരിപ്പളകാൻ? ആ ഒരൊറ്റ കുത്ത് അതോന്റെ മർമ്മത്താ കൊണ്ടുണ്ടാവുക. ആ ഒരു ഇടിയില്ലേ ഓന്റെ കിളിപ്പിത്തിരി ഇളകിണ്ടാവുന്ന എനിക്ക് തോന്നണേ. എല്ലാ സമാധാനവും ഇവിടെ തകരുകയാണ്. ഈ പഞ്ചായത്ത് ഒരു ക്രമസമാധാനം തകർന്ന മേഖലയാവും. ഞാൻ മലയ്ക്ക് പോയി വരുമ്പോഴേക്കും സ്വാമിയെ ശരണമയ്യപ്പ. എന്താ പ്രസിഡന്റ്, വീട്ടിൽ കള്ളം കേറിയ ആരെങ്കിലും സമാധാനം തകർന്നു എന്ന് പറഞ്ഞ് നോക്കിക്കോ. ഓരവിടെ കക്കാൻ കയറിയാന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് ശരിയാ, മൊയ്തൂന് കക്കണ സ്വഭാവമൊന്നുമില്ല. പിന്നെ രാത്രി അത്ര ദിവസം കയറിയതാ. ഏതായാലും മൊയ്തീന് ഇതിനൊക്കെ അല്ല ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ ആലോചിച്ചത്. ഏതോ ശക്തമായ കരങ്ങൾ അവന്റെ പുറകിലുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. ഓന്റെ കൂടെ ആരുണ്ടാകാനാ വാപ്പുക? ആരാന്നോണ്ട് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, എന്നാലും ആരോ ഉണ്ട്. വെറുതെ മധുരല്ലാത്ത അവലുമിൽ കുടിച്ച വർത്താനം പറയില്ല നായരെ. സ്വാമി ശരണം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ദുർബലനായ മൊയ്തുവിനെ സഹായിക്കാൻ ഏതോ ശക്തമായ കരങ്ങളുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കയ്യപൊടി നിങ്ങളെ ഒരു സ്വാമി ശരണം. അവന് ആ പെണ്ണിനെ ലക്ഷ്യം വെച്ച് അവിടെ കയറിയത്. അവര് 2 കുടുംബക്കാരും ബദ്ധശത്രുക്കളും.
നമ്മുടെ പോക്കറവിടേക്ക് ഈ വാളും പടയാട്ട് ഇന്നത്തോടെ എല്ലാ കണക്കും ഞാൻ തീർക്കും. ഈ അത്ര പോക്കറാ പറയണേ. അല്ല പോക്കരൊക്കെ എടുക്ക വാളും പടിയിട്ട് അറിഞ്ഞില്ലേ? പോക്കർക്കാനും മോള് റസിയ കത്തെഴുതി വെച്ചിട്ട് മൊയ്തുവിന്റെ കൂടെ ചാടിപ്പോയിരിക്ക. എന്തിനാ കുട്ടി ചാടിപ്പോയത്? നടന്നു പോയ പോയിരുന്നോ? അമ്മായി കാക്ക ഇവിടെ ഉണ്ട് നമ്മള്. ആരും എന്റെ ഒപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇന്ന് പാത്തുവിന്റെയും ഓളുടെ മോൻ മൊയ്തുവിന്റെയും കൊടലിൽ ഞാൻ എടുക്കും. എടി പാത്തു, പടച്ചി പാത്തു, ഇറങ്ങടി. വീടടുത്ത് അകത്തിരിക്കല്ല വേണ്ടത്. എടാ മൊയ്തുവേ, എന്റെ മോളെ ഇറക്കി വിടണ ഹമുക്കെ. അന്നേം അന്റെ ഉമ്മാനെയും ഞാൻ ബിസ്മി ചൊല്ലി ഇറക്കും. തറവാട്ട പറഞ്ഞവനാണെങ്കിൽ ഇറങ്ങി വരഹരാത്തെ. അതിന് ഓരോ തറവാട്ടിലല്ല പറ്റത്, ആശുപത്രിയിലാ. നോക്കുക ദീസു, നീ ഇതിൽ ഇടപെടണ്ട. നിന്നെ തൊഴടക്കിക്കോ. വെറുതെ ബലം പിടിക്കുന്ന പോക്കറെ മലം പോവും. ഈ പോരിന് വിളിക്കുന്ന തള്ളയും മോനും അവിടെ ഇല്ല. ഈ തെരഞ്ഞു വന്ന അന്റെ മോളെയാണെങ്കി ഇത് അങ്ങോട്ട് വായിച്ചു നോക്കി. ഇത് അനക്കുള്ളതാ. പ്രസിഡന്റ്, എടാ പോക്കരെ, ഹമുക്കേ പോക്കരെ, കുറെ കാലായി നീ എന്നെ എന്റെ കുടുംബത്തിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാം ഞാൻ ക്ഷമിച്ചു. കള്ളനാണെന്ന് പറഞ്ഞ് എന്റെ മകൻ മൊയ്തീനെ നീ തല്ലി ചതച്ചു. അത് ഞാൻ ക്ഷമിക്കില്ല. എന്റെ മകന് നിന്റെ മകളോട് സ്നേഹമാണോ? അത് അംഗീകരിക്കാനുള്ള ഹൃദയവിശാലതയുള്ള ഒരു ഉമ്മയാണ് ഞാൻ. അല്ലാതെ തന്നെ പോലെ ഒരു പഴഞ്ചൻ തുരുമ്പിച്ച ഇരുമ്പുകത്തിയല്ല. തടിയും മണ്ണും മാത്രം ഉണ്ടായാൽ പോരാ, അതിനകത്ത് ഒരു വിശാലമായ മനസ്സും വേണം. നിനക്കില്ലാതെ പോയത് അതാണ്. കാലങ്ങളായി നമ്മുടെ കുടുംബക്കാർ തമ്മിലുള്ള ശത്രുത എന്തിനെന്നറിയാതെ നമ്മളും ഏറ്റെടുക്കുകയായിരുന്നു. ഇനി മുതൽ നിർത്താം. നമുക്ക് ബന്ധുക്കളാകാം. മകളെ നിക്കാഹിന് കൈപിടിച്ചു കൊടുക്കേണ്ട ബാപ്പയാണ് നീ. നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. പ്രാന്ത് പിടിച്ച ബാപ്പാന്റെ മോളാണെങ്കിലും നിക്കാഹ് നടക്കണമല്ലോ. ആ നിലയ്ക്ക് തന്നെ ഞാനത് നടത്തും. നിന്റെ മകളെ മരുമകളായിട്ടല്ല, ഒരു മോളെപ്പോലെ തന്നെ ഞാൻ നോക്കാം. അത്തറിന്റെ മണം പുറത്തു മാത്രം പോരാ, അത്തറ പോകരെ മനസ്സിലും വേണം. ഇത്ര മാത്രം. പടച്ചിപ്പറമ്പിൽ പാത്തു, ഒപ്പ്. ഓക്കെ എന്നാ. എങ്ങോട്ടാ മേക്കാ? നമ്മളെ നസീറിന്റെ ബാപ്പ മയ്യത്തയക്കണം, അതൊന്ന് വിളിച്ചറിഞ്ഞു. ആ ശരി. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. എന്ത്? പരിധിക്ക് പുറത്തായാലും വേണ്ടില്ല, ഔത്തായാലും വേണ്ടില്ല. നമ്മളെ നസീറിന്റെ വാപ്പ മയ്യത്തയക്കണം. മയ്യത്ത് ജനാസ വൈകുന്നേരം 3 മണിക്കാണ്. അതൊന്ന് പറഞ്ഞാളുണ്ട്. മരിച്ചത് വിളിച്ചറിയാൻ പൈസയും വേണ്ടേ? ഞാനാണ് മാഷാണ്, മാഷ് ബോഷാണ്. നമ്മളെ രാവകൻ. ഞാനും മാഷാണ്, മാഷാണ്, മാഷ് ഘോഷാണ്. എന്താണ്ട രാഘവ, ഇന്ന് നല്ല ഹാപ്പിയിലാണല്ലോ. രാഘവന് 2000 രൂപ ദിവസമാണ് മൈക്കാക്ക, അതും റെഡി മണിയായിട്ട്. അതുകൊണ്ട് ഞാൻ കുടിക്കും, ആടും, പാടും, പാടി കളിക്കും. രാഘവൻ അമ്മായി കാക്കന്റെ മാഷ, കണ്ണാളി രാഘവൻ മാഷ്. എന്റെ മാത്രം ഉസ്താദല്ല, ഈ ദുനിയാവിന്റെ മുഴുവൻ ഉസ്താദാണ്. ആട്ടെ, അനക്ക് എവിടുന്ന് കിട്ടി രാവക ഈ 2000?
ഒരു ഓട്ടോറിക്ഷ മുട്ടയേക്ക നാട്ടുകാരെ കൂടി പഞ്ചായത്താക്കി 2000 രൂപ കിട്ടി. ഹോ, ഒരു കാറാ മുട്ടയിരുന്നെങ്കിൽ 20,000 റുപ്യ കിട്ടിയാനെ. ഒരു കഷ്ടകാലം നോക്കണേ. ഒരു ഓട്ടോ മുട്ടിയ 2000 റുപ്യ. ഇത് തരക്കടില്ലാത്ത ഒരു ഏർപ്പാടാണല്ലോ. അനക്കെന്താ കണ്ടൂടെ? ഓനെ പോക്കണ്ടല്ലോ. ഓനൊന്ന് കുത്തിച്ച് വിചാരിച്ചിട്ടെന്താ? ഇവന്റെ ഒക്കെ കുത്തോട്ടുണ്ടെങ്കിൽ TV പിടിച്ചവന്റെ അടുത്ത് നിന്ന് തല്ലുണ്ടായിട്ടുണ്ടാവും. എവിടെ നോക്കിയാ ഇളവ നടക്കണത്? വണ്ടിക്ക് കണ്ടു നോക്കാൻ. കാലിരാവകന് 2000 റുപ്യ. ബാക്കിയുള്ളവന് തെറിയും. ഒന്ന് കൂടെ തന്നെ വണ്ടി മുട്ടിയിട്ടില്ലെന്ന് ഉറപ്പാ. പാവം രാവിലെ ഒന്നും കഴിച്ചു കാണില്ല, തല ചുറ്റി വീണതായിരിക്കും. ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേഗം ഒരു തീരുമാനത്തിലെത്തണം. അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ വണ്ടിക്കാരെടുത്തും തെറ്റുണ്ട്. ഏത് തെണ്ടിയാടാ വണ്ടിക്കാരെ പറയണേ? നിർത്ത്. എന്താ ഇത്? തമ്മി ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ചില്ലറ കൊടുത്ത് ഒഴിവാക്കി പോരെ. എന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? രാവിലെ ബാപ്പാക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി വണ്ടിയായിട്ട് ഇറങ്ങിയതാ. എന്നാ ശരി, ഒരു 10 കൊടുത്തോണ്ട് ഒഴിവാക്ക്. 200 ഒന്നും എന്റെ കയ്യിലില്ല. വല്ല 10 50 ആണെങ്കിൽ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? എന്താ ചെയ്യാ? എന്താ ചെയ്യാ? എന്താ ചെയ്യാന്നില്ലേ? ഇത്രയൊക്കെ ആള് കൂടിയിട്ടും ഈ വണ്ടി മുട്ടി കിടക്കണ എനിക്ക് ഒരു 10 2000 മേടിച്ചു തരാൻ വേണ്ടി ഈ പോതം കെട്ടി കിടക്കണ ഞാൻ തന്നെ നീക്കേണ്ടി വന്നില്ലേ? അളിയൻ ഇത്രയ്ക്കും മനസ്സിന് ഉറപ്പില്ലാണ്ടായാലോ? നിങ്ങൾ ഈ ചായ കുടിക്ക്, അത് തണുത്തു. പോയതൊക്കെ പോയി. സ്വർണത്തിന്റെ മരായാലും പെരയ്ക്ക് മീതെ ചാഞ്ഞാൽ വെട്ടിക്കളയണമെന്നല്ലേ പണ്ടുള്ളവര് പറയാറ്. എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്തോണ്ടാ. ബിസിനസ് അമ്മാതിരിയല്ലേ. പിന്നെ സഹായത്തിന് ഹയറ് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. വേണ്ടപ്പെട്ടവര് മരിച്ചു പോയിട്ടും നിങ്ങളും ഞാനൊക്കെ ഇവിടെ ജീവിക്കില്ലേ അളിയ? ഒക്കെ പടച്ചോന്റെ വിധിയാന്ന് വിചാരിക്ക. ആ, ഞാൻ ഓളോടൊന്ന് പറഞ്ഞിട്ട് വരാം. നായരോ, ഇനി അമ്മോൻകാനജി വിഷമിപ്പിക്കരുത്. മൂപ്പരൊന്നും അറിഞ്ഞിട്ടില്ല, അറിയാനും പാടില്ല. അവിടെ കഴിഞ്ഞതൊക്കെ മംഗലാപുരത്തോടെ അവസാനിപ്പിച്ചേക്ക്. അന്റെ നന്മക്ക വാപ്പതൊക്കെ പറയണത്. ഈ പ്രായത്തില് നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല. ആ, നിങ്ങളും ബാപ്പയും ഉമ്മയൊക്കെ ആവുമ്പോഴേ നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവുള്ളൂ. ആ, ഞാൻ ഇറങ്ങുക. ബാപ്പ വിളിക്കണ്ട. അന്റെ കയ്യിലിത് തരാത്തത് ഞാൻ ഇടങ്ങറും കൂടി വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. എന്തേ ഹൈറോ, ഞാൻ ക്ലാസ് അങ്ങോട്ട് എടുത്തച്ചള. ഇക്കാക്ക, ഞാൻ ഇറങ്ങ. ഇപ്പൊ പോയാ മംഗലാപുരം മേല് കിട്ടും. എന്നാ ബാപ്പ പോയിട്ട് വരാം.
അല്ലോ ഇതെന്ത് ചൂടാണ് റബ്ബേ, നരകത്തിലെ ചൂടാന്നാ തോന്നണത്. മനുഷ്യൻ വാർത്ത് പൊരിഞ്ഞ് മരിഞ്ഞു പോവും. ആട്ടെ, എങ്ങനെ ഉണ്ടാവുള്ള എന്റെ പുതിയ ബിസിനസ് ഒക്കെ? ഈ ഒരു ജീരക സോളം എടുത്ത കടാണെങ്കിൽ തരാൻ പറ്റൂല കാക്ക. നിങ്ങൾ ഇന്നാളത്തെ പറ്റനെ തന്നിട്ടില്ല. ഒരു പണിയില്ലായിട്ടാ മനസ്സാ ഈ ഏർപ്പാട് തുടങ്ങി. ആർക്കാ കടയില്ലാത്ത? ഈ വയൽ നിർത്തി സോഡ എടുക്കാവുള്ള പണം തരടോ. പറ്റൂല. റെഡി ക്യാഷിനെ ബിസിനസ് ഉള്ളൂ. ആർക്കാപ്പ കടയില്ലാത്ത? വേണ്ട. എന്ത് പണി കാട്ടുന്നേ? പറഞ്ഞാ പോരെ, ഞാൻ എടുത്തു തരൂലേ നശിപ്പിക്കാനായിട്ട്. ഉറപ്പില്ലാത്ത പായ അവിടെ തൂക്കിയിട്ടിട്ടല്ലേ ഒക്കെ നശിപ്പിച്ചിട്ട് എന്റെ മുഴുവൻ പൈസ നേരിട്ട് പോയാൽ മതി. എന്ത് കച്ചറയാണ് പായൊക്കെ കൂടി താഴെ വീണ എന്റെ കുറ്റ. പിന്നെ എന്റെ കുറ്റ? പായാവുമ്പോ ഇഞ്ഞൊന്നും കൊലയാവുമ്പോ വീണും ഒക്കെ വരും. ഒക്കെ നശിപ്പിച്ചിട്ട് ന്യായമൊക്കെ നിങ്ങൾ പൈസ എടുത്താണ് കുടിക്കേണ്ട മനുഷ്യൻ. റെഡി പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സോഡന്ന്. പൈസ എന്നിട്ടില്ലെങ്കിലേ അവന്ന് വിടൂല കേട്ടോ. തന്നയില്ലേ ഇജിന്റെ തൂക്കി കൊല്ലോ ഇല്ലതൊക്കെ പൈസ ഇല്ലാതെ പോയി നോക്കി അപ്പൊ കാണാം. കുപ്പായം പൊടറും മാനക്കടാണ്ടോ ആരെങ്കിലും കണ്ടാല് ഞങ്ങൾ കൊറേ കാലായി നിർത്തി പൈസ തന്നിട്ട് പോയാൽ മതി. നിങ്ങൾ ഇന്ന സ്വീപ്പാക്കി അങ്ങനെ പെട്ടെന്ന് അമ്മയ്ക്കൊക്കെ തരാനുള്ള എത്ര ആഴ്ച എടുത്തോളി. പോയെങ്കിൽ ഇനിയും അല്ല മാനം രക്ഷിച്ചുട്ടിയ. അതൊന്നും സാരില്ലെന്ന്. അതുകൊണ്ടല്ല, വറുതിയോണ്ടാണ്, ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഒന്നും വിചാരിക്കരുത്. പാവട്ടോ. ഇതാ പറഞ്ഞത്. മരുഭൂമിയിൽ ദാഹിച്ചു വലിഞ്ഞിരിക്കണ മനുഷ്യന്റെ മുമ്പിലേക്ക് പടച്ചോ പെപ്സി ആയിട്ട് മൂപ്പര് പറഞ്ഞയക്കണ ആളോ വരൂന്ന്. അല്ലാ എന്തൊരു ഗ്യാസ്. അമ്മായിക്കാക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. പടച്ചോനെ കൊക്കട്ട് വലിക്കരുത്. പൈപ്പ് വെള്ളം പറ്റിയ കുപ്പിവെള്ളം, കുപ്പിവെള്ളം തീർന്ന ടാങ്കർ വെള്ളം തീർന്ന പെരുമഴ. അതാണ് മോനെ പടച്ചോന്റെ ഇക്കുമത്ത്. ഇന്റെ സ്വയം തൊഴിൽ അങ്ങനെയൊന്നും നിൽക്കാൻ പോണില്ല മോനെ. എന്താ എന്റെ പേര്? ആശ്രുതി പട്ടാണി. തന്നെ ആ പറഞ്ഞ പട്ടാണി തന്നെ. എല്ലാ കാര്യങ്ങളും മൊയ്തിന്നോട് പറഞ്ഞിക്കണേ. എല്ലാത്തിനും നിങ്ങൾ കൂടെ ഉണ്ടാവും പറഞ്ഞിക്കണേ. ആട്ടെ, എന്താ എന്റെ പ്രശ്നം? പ്രശ്നത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് കമ്മീഷൻ കൂടും. അതും മൊയ്തിന്നോട് പറഞ്ഞിക്കണ്. ഈ മന്ത്രിമാരെ വരെ കണക്ക് പറഞ്ഞ് പരസ്യമായിട്ട് കൈക്കൂലി അങ്ങനെ കാര്യമില്ലപ്പത്. ഇതേ ഒരു മിസ് കോളിന്റെ പ്രശ്ന. മിസ് കോളിന്റെ എടോ, അതിനാ മൊബൈൽ കമ്പനിക്കാർ ആരെയും വിളിച്ചു പറഞ്ഞപ്പോ അതിനെന്തിനാ ഞാൻ? അമ്മായിക്കാക്ക അതല്ല, ഞാൻ എന്റെ മിസ്സിനൊരു കോൾ ചെയ്ത്. മിസ് കോള്. എന്താ? അതെ,
മംഗലാപുരത്തെ ഉണക്കമീൻ മണക്കുന്ന ബന്ദർ തുറവത്തെ ഉപ്പുകാറ്റ് പോലും ഞങ്ങൾക്ക് പഞ്ചാര കാറ്റായിരുന്നു. കൽക്കട്ട കാറ്റായിരുന്നു. ഉപ്പ് പഞ്ചാരയാവും, കരിങ്കല്ല് കൽക്കണ്ടാവും, ശർക്കര പൈച്ചാണാവും. എന്നിട്ട് സൈരസച്ചന്തമായ ഞങ്ങളുടെ സ്വപ്ന സാമ്രാജ്യത്തിൽ ഓളുടെ പാപ്പ കാട്ടി കിടന്നല്ലേ. ഇപ്പം കിട്ടിയത് കൈനീട്ടാ നിങ്ങൾ കരുതിയത്? അല്ല, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കലുണ്ട്. വെറുതെ ആണെന്നാ വിചാരം? വെറുതെ ആർക്കും ഒന്നും കൊടുക്കണ കൂട്ടത്തിലല്ല സുലൈമാനിക്ക. ഞാൻ കാരണം 2 കല്യാണാലോചന ഹൈറൂന്റെ മുടങ്ങിയത്. അല്ല, ഞാൻ മുടക്കിയത് വെറുപ്പോണ്ടല്ല കേട്ടോ, ഇഷ്ടം കൊണ്ടാ. ഇനി എന്നെ കൺമുമ്പിൽ കണ്ടാല് ബിസ്മി ചൊല്ലി അറുത്ത് ഉപ്പിട്ട് ഉണക്കി ഉണക്കമീന്റെ കൂട്ടത്തിൽ തൂക്കി കൊടുക്കുന്ന മൂപ്പര് പറഞ്ഞത്. എനിക്കതൊരു തമാശയായിട്ടാ തോന്നിയത്. പിന്നെയും ഹൈറും ഞാനും തമ്മിൽ കണ്ടു മിണ്ടിയനാ. മൂപ്പര വകി കൊണ്ടോട്ട് നേർച്ചയും പെട്ടിവരവും. ഇനി എന്റെ മോളെ വഴിതെറ്റിക്കാൻ വന്ന അന്റെ അത്തർച്ചിയാൻ കാൽക്കും ഹിമാറ്. മനുഷ്യനെ പേടിപ്പിക്കണോ? എന്നിട്ട് പോളവിടെ ഉണ്ട്. ഓള് ഇവിടെ ഉണ്ട്. ഇവിടെ അതല്ല, നമ്മുടെ അത്തിർപോക്കറിന്റെ അവിടെ. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെലവും നമ്മൾ ചെയ്തു തരും. വെടിപ്പരന്റെ ഔത്ത് തന്നെ പോകണം എനിക്ക് ദിനേശ് കൂടി എത്തിക്കാൻ. അല്ല സ്റ്റൈന്നെ കൊല്ലാൻ ആരെടുത്തുന്നെയും കരാറെടുത്തു. അതെ, സ്നേഹിച്ച മനസ്സുകൾ ഒന്നാക്കിയ പഠിച്ചോൻ ഭാഗത്ത് നിങ്ങൾക്ക് ഗുണേ ഉണ്ടാവുള്ളൂ. തെങ്ങുമെന്ന് വീണ് നടുവടിഞ്ഞ് കിടക്കണ എളാപ്പാക്ക് അന്റെ വക ഒരു ചവിട്ടി വെച്ച് എന്ത് വേണേ നമ്മൾ തരും. അത് പണായിട്ടോ വേറെ എന്തായിട്ടോ എന്താണെങ്കിലും ഇക്കവിടെ ചെന്ന് ഓളോടൊന്ന് വർത്താനം പറഞ്ഞാ മാത്രം മതി. അത് നിങ്ങൾക്ക് കഴിയുള്ളൂ. എന്ത് വർത്താനം പറയില്ല? അല്ല, എന്നോട് വർത്താനം പറയിപ്പിക്കല് ആർക്കും ചെയ്തില്ലാത്തൊരു ഉപകാരം. ഞാനൊന്ന് ആലോചിക്കട്ടെ. പേടിക്കേണ്ടതൊക്കെ കൂടി സെക്കീലെന്റെ വീട് എവിടെ നിങ്ങൾക്കറിയോ? ഇതാടാ വീട് എന്ന് പറഞ്ഞിരിക്കണ്. ഇതാ ഇങ്ങോട്ട് ആ കാണാണോ ഓളെ വീട്? ഓളെ പാപ്പ സുലൈമാന്റെ ചാര ഓളോടെ കൊണ്ടായി കഴിഞ്ഞാൽ നമ്മള് കണ്ടുപിടിക്കൂലാണ്. നോക്ക്, ഓന്റെ കൈമ്പിൽ എന്നെ കിട്ടണ്ട. കിട്ടിയാലേ സർബത്തുകാരന്റെ കൈമ്പിൽ നാരങ്ങ കിട്ടിയ മാതിരി ഞാൻ പോവാ. അന്ന് മംഗലാപുരത്ത് കൊല്ലാണ്ട് വിട്ടതാണ് ഞാൻ. പോരും അല്ലെങ്കിൽ തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചൂടും പോക്കി എടുത്തിട്ട് വയ്ക്കാൻ നടന്നോട്. ഒന്ന് ഇളക്കിക്കോട്ടടന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് ഇളക്കൂട്. ധൈര്യമായിട്ട് ഉള്ളിൽ പോയിക്കോ. പോയിക്കടാ, പോകൂട്. ഞാനിവിടെയൊക്കെ ഇങ്ങനെ ചുറ്റും നോക്കിന്നോളാം. നമുക്കേ പഞ്ചാര അടിക്കാൻ തയ്യില്ലാത്തൊരു നമുക്ക്. അല്ല, ഓളവിടെ ഉണ്ടാവോ? പിന്നെ ഓളല്ലാതെ ഓരോ വാപ്പ അവിടെ ഉണ്ടാക്കി ചെല്ലടാ അങ്ങോട്ട് ചെല്ല്. അതാ ആരും വരൂലായിരിക്കും. എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ ഇറ്റിങ്ങൾ ഇങ്ങനെ നടന്നു കൂടുന്നത്? ആരത്? ആരങ്ങള്? ഞാൻ ഈ മൈലാഞ്ചിക്കരയിലൊക്കെ ഉള്ള മൈലാഞ്ചിക്കരയില് ഇത്ര അച്ചടക്കല്ല താത്തയാ? ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അച്ചടക്കുള്ളത്. എന്താ ഇവിടെ നിക്കണേ? എന്റെ കൂട്ടുകാരി അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നാ പരി അകത്ത് കയറി ചായ കുടിച്ചിട്ട് വരാം. ഞാൻ അങ്ങനെ പരിചയമില്ലാത്ത അകത്തൊന്നും കേറും. എന്നാ ശരി. നേരില്ലാത്ത നേരത്തെ ഞാൻ ഔത്ത് കയറണമല്ലോ. എന്നാലും എന്റെ അസുറുക്ക എന്തേ നിങ്ങളുടെ ധൈര്യം അപാരം തന്നെ. ഏത് കോലം കെട്ടാനും നിങ്ങൾക്ക് ഒരു മടിയില്ല. അന്നെ കാണാൻ വേണ്ടിട്ട് ഇക്കോലല്ല ഏത് കോലം കെട്ടാനും ഇപ്പട്ടാണ് റെഡിയാണ്. ആ കുട്ടിപ്രാവശ്യം വന്നതിന് ശേഷം മനസ്സറിഞ്ഞ് ചിരിച്ച് ഞാൻ കേട്ടിട്ടില്ല. കൂട്ടുകാരികൾ ആരോ വന്നു എന്നാ തോന്നണത്. മോളെ ഹൈറു, ഹൈറു, ഹൈറു. ഹലോ അമ്മോൻക, അമ്മോൻക, അമ്മോനിക്ക് ആരാ മോളേത്? അന്റെ കൂട്ടുകാരിയാ? ടീച്ചറാ. ഓളെ ഇംഗ്ലീഷ് പഠിപ്പിക്കണതാ. വീട് കുറ്റിപ്പുറത്ത്, പേര് ഫാത്തിമ. ഇതിലെ പോയപ്പോ കേറിയതല്ലടി.
ടീച്ചർ വന്നിട്ട് ചായ കൊടുത്തില്ലേ? അമ്മക്ക പോയിട്ട് കടയിൽ നിന്ന് എന്തെങ്കിലും തിന്നാൻ മേടിച്ചു കൊണ്ടുവരാം. എന്തും മര്യാദയുള്ള ടീച്ചർ, പറഞ്ഞിട്ട് അച്ചടക്കമുള്ള ടീച്ചർ. ഇങ്ങനത്തെ ടീച്ചർമാര് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. എന്റെ കയ്യിലെ വെണ്ണിലാവൂ നീ നല്ല പാട്ടുകാര. എന്തൊരു പോഹ. പറഞ്ഞിട്ട് താത്തമാര് സിഗരറ്റ് വലിക്കും. എന്താ താത്ത നിങ്ങൾക്കൊരു പുക വരണേ? ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ടാ. ഒരാണിന്റെ കാര്യമാര് തോന്നുന്നുണ്ടല്ലോ. എവിടെ? എന്താ താത്തയുടെ കാലം ഇത്ര രോമം? അത് വാപ്പാന്റെ പാരമ്പര്യ. ഇത് എന്റെ പാരമ്പര്യം. ഓരോ നിങ്ങളുടെ വരും. അകത്തുള്ള നേരത്തെ വലുതായിരിക്കോ? അല്ലോ നിങ്ങൾ ഇതിനൊരു വഴി കണ്ടെത്തണം. കണ്ടെത്തിയ വയ്യുകാരനെ ഇപ്പൊ തന്നെ തലക്കൊരടിയിട്ടിട്ടുള്ളൂ. ഞാനും കൂടി തമ്മിൽ കണ്ട എന്താ ഉണ്ടാകാന്ന് പഠിച്ച റബ്ബിനെ അറിയുള്ളൂ. ഞങ്ങളൊന്നായ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവൂലല്ലോ. ഒന്നായല്ലേ ജോനും കൂടി തമ്മിൽ കണ്ടു കഴിഞ്ഞാല് 2, 3, 4 കാസനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവും. എന്തെങ്കിലും വഴി ആലോചിക്കാം അമ്മായിക്കാക്ക. മനസ്സന്റെ താടി കത്തുമ്പോ നന്നായി തന്നെ വീഡിയോ എത്തിക്കരുത് കേട്ടോ. കപ്പലിന്റെ പിന്നില് ബർക്കാസ് കെട്ടിയ മാതിരി എപ്പ നോക്കിയാലും പിന്നില്. അതെ, ഉപ്പയൊമ്മില്ലാത്ത യത്തീമായി എന്നെ സഹായിച്ച ഞങ്ങൾക്ക് 100 പുണ്യം കിട്ടും. എടാ യത്തീമായ എന്നെ ഞാൻ പെണ്ണിട്ടാ സഹായിക്കണല്ലേ? എടാ എന്റെ മുന്നേ ഇതിലും വലിയൊരു വണ്ടിയും ബലന്റെ തലമിലൊന്നു കൂടി പറച്ചു വേണ്ടി നേർച്ചക്കാരി മനസ്സുണ്ടായിട്ട് യാതൊരു ഇടങ്ങറുമില്ല. അതങ്ങോട്ടോ ഈ ബൈക്ക് ഒന്നൊഴിവാകുമ്പോ വേറൊന്ന്, അതൊഴിവാകുമ്പോ മറ്റൊന്ന്. ഇതിന് മാത്രം എന്ത് പാവാണ് ഞാൻ ചെയ്തതിന്റെ റബ്ബേ. അത് ശരി, ഇപ്പൊ നിങ്ങൾക്ക് വണ്ടി ബലിയാണല്ലേ? ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. എവിടെങ്കിലും പോയി ചാകാട്, ആരെങ്കിലും തച്ചു കൊല്ലേ, എന്തേലും കൈക്കോട്ടെ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. കണ്ടിടത്തോളം കണ്ട് ഇനി നമ്മൾ കണ്ടുവന്നിരില്ല. ഓക്കെ 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 ഓക്കേന്ന് പറയില്ലേ? പീക്കേന്ന് പറയട്ടാണിയെ. ഓക്കേന്ന് പറഞ്ഞ ഓണത്തിന് കാണാന്നാ, പീക്കേന്ന് പറഞ്ഞ പെരുന്നാക്ക് കാണാന്നാ. പോയിക്കോളി, പോയിക്കോളി. ചെന്നെ കാണണ്ട. ഞാൻ കാരണങ്ങൾ മനസ്സമാധാനം ഇല്ലാണ്ടാവൂല. പോയിക്കോളി, പോയിക്കോളി. ഇനി ഇതെനിക്ക് എന്തിനാണ്? ഇതെന്തിനാണിത്? ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചാ അതിന് പാട്ട സ്നേഹമുള്ള ആരെങ്കിലും ഒക്കെ അത് കത്തിക്കണം. എനിക്ക് എന്നോട് സ്നേഹം മാത്രം. ഞാൻ എന്നോടൊരു താമസം. എന്താണ് അനക്ക് വേണ്ടത്? അനക്ക് ഞാൻ എന്താ വേണ്ടത്? ഓളെ കാണണം, ഓളെ സ്വന്താക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വയ്യുണ്ടാക്കടാ, ഈ അമ്മായിക്കാക്ക വയ്യണ്ടത്താ. പേടിക്കണ്ടടാ. നേരെ അടിച്ചു അവിടെ ചെന്ന് ഓളെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂടാ. അപ്പോൾ അമ്മാനിക്കുണ്ടാവില്ല. ഓൻ അവിടെ വയൽ തുറന്നു കൊടുത്ത് തൊള്ളയും കാട്ടിക്കണ്ട്. ഓള് മാത്രമല്ല മഞ്ഞടാ, ഓളൊറ്റക്കോട് അവിടെ. ഞാനിന്ന് താമർക്കും അവിടെ പോയിട്ട്. എന്താ ചെന്നോട് പൊയ്ക്കോ, ഞാനിവിടെ ഉണ്ട്. ഉണ്ടാണോ? ചെക്കനാണെങ്കിൽ ധൈര്യമില്ലാണ്ട് പ്രേമിക്കാൻ നടക്കണം. ചെല്ലടങ്ങട്ട്
ഹൈറുവോ 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 എന്ത് പണിയാ സുർക്ക കാണിക്കുന്നത്? അമ്മോനിക്ക് എങ്ങനെ വന്നാല്? അന്റെ അമ്മോനിക്കടെ വയൽ കണ്ടോണ്ടിക്കുന്നുണ്ട്. അന്നെ കാണാൻ പൂതിയായതുകൊണ്ടല്ലോ ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഹൈറുവോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? പറയ്. ഞാൻ വിളിച്ചാലേ ഈ ഇറങ്ങി വരുമോ? നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാം. വേണ്ട സുർക്ക, നമുക്ക് കേട്ടൊരു ദിവസം വരും. അതുവരെ നമുക്ക് ക്ഷമിക്കാം. എന്റെ ഹൈറ് പറഞ്ഞാലേ എത്ര കാലം വേണേലും ഞാൻ കാത്ത്. എന്താ പോരെ? ശരി, വേഗം പോയിക്കോളി. പോയിക്കോളിന്ന്. ഞാൻ വിളിക്കാം. ആരപ്പത്? എന്റെ പൊരേന്റെ അടുത്ത് കള്ളന്മാർ ഒളിച്ചിരിക്കല്ലേ? ഇരിക്കുക അമ്മായി കാക്ക. നിങ്ങൾക്ക് എന്താ മൂട്ടില് കുരുണ്ടോ? ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത പാകത്തിൽ നിരങ്ങണ്. എന്ത് കുത്തിരികള്, നിങ്ങളെ പണിയെടുത്തോളിയും പ്രസിഡന്റ്. പൊള്ളിയോൽക്ക് പൊള്ളലിന്റെ വേദന അറിയുള്ളൂ. കൈക്കും കാലിനും ആണെങ്കിൽ സഹിക്ക. ഇത് വേണ്ടാത്തോടത്തല്ലേ ചൂട്ടും കാറ്റും കൊണ്ട് കുത്തിയത്. ആകെ കൂടി ആക്സൽ പൊട്ടിയ വണ്ടിന്റെ മാതിരിയായി. കൈനാക്ക് വളക്കല്ലേ കിളുത്തണ്ട. തച്ച് കൊല്ലടാ നമുക്ക്. പിടിക്കാ ഹിമാറിനെ. എന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ കളിക്കുമ്പോ നോക്കി കളിക്കണം. എന്ത്
കുണ്ടായിസാ കാണിക്കണ? കാലെടുക്ക് ചങ്ങായി. എന്തിനാണോ എല്ലാരും കൂടി ഒരു പാവം ചക്കരൊക്കെ കൊല്ലാക്കൊല്ല ചെയ്യണം? കഥ പിടിച്ചു മാറ്റണ ഹിമാറിനെ. പിടിച്ചു മാറ്റണ പന്നീരെ. വേണ്ടളിയ, കൊല്ലാനും കൊല്ലിക്കാനും എളുപ്പാ, മറക്കാനും വെറുക്കാനും അതിനേക്കാളും എളുപ്പാ. ഒന്നുള്ളതിനെ മറക്കാനും വെറുക്കാനും ശ്രമിച്ചവനാ ഞാൻ. നടന്നില്ല, നടക്കൂല. ഒരാവേശത്തിന് കിണറ്റി ചാടിയാൽ കേറി വരാൻ പിന്നൊരാവേശം ഉണ്ടാവില്ല എന്റെ അളിയ. ഒരു വലിയ ജീവിതവും അതിനനുസരിച്ചുള്ള ഒരു മനസ്സും എന്റെ കയ്യിലില്ല. ഞാനൊരു പാവം മുണക്കൽ മീൻ കച്ചവടക്കാരനാ. എന്റെ മോളെ ആർക്ക് എപ്പോ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഒരു തീരുമാനം എന്റെ മനസ്സിലുണ്ട്. മുന്തിയ ന്യായം. അതിനു വേണ്ടി തടിമിടുക്കും മൂസാറും ഞരമ്പ് ബലമുള്ള ചക്കന്മാരെ ഇവിടേക്ക് ഇങ്ങോട്ട് ഇറക്കുക. എന്നിട്ട് വണ്ടിയും തിണ്ണമുടുക്കും ഒക്കെ ആയിട്ട് അന്യ നാട്ടിലിങ്ങോട്ട് വിലസ. നടക്കൂല സുലൈമാനെ, നടക്കൂല. അന്യ നാട്ടില് ബാപ്പിയില്ലാത്ത യത്തീമായ ഈ ചെക്കന്റെ നേർക്കന്റെ കുതിരകയറ്റം നടക്കൂല. എന്താ വണ്ടിയുടെ എത്തിക്കട്ടെ? വേണ്ട ഉള്ള വേണ്ട. വമ്പത്തരത്തിന് വമ്പത്തരും അക്രമത്തിന് അക്രമം ഒന്നിനും പരിഹാരമല്ല. ബുദ്ധിയും വിവേകവും ഉണ്ടെങ്കിൽ സുലൈമാൻ ആലോചിക്കട്ടെ. തല്ലാനും കൊല്ലാനും ഒന്നല്ല ഞാൻ വന്നത്. എന്റെ മോള്, എന്റെ ഒരേ ഒരു മോള്, ഓളെ ഏതെങ്കിലും എരപ്പന്റെ കൈ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. സുലൈമാനെ, ഹൈറൂന് ഓനെ ഇഷ്ട. നമ്മൾ അതിനെതിര് നിന്നാല് നമ്മുടെ മോളുടെ ഇഷ്ടപ്പെട്ട ജീവിത കിട്ടാണ്ട് പോവുക. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ചെറിയൊരു വാശി. അതിന്റെ നേട്ടം വേണ്ട സുലൈമാനെ. മക്കളുടെ നല്ല ജീവിത പാപ്പമ്മമാർക്ക് നേടിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്വത്ത്. കച്ചവടക്കാരനെ എനിക്ക് ഇത്രയ്ക്കൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് പുറത്താളി അമ്മായി കാക്ക. എന്റെ മോക്ക് ഓനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. സ്നേഹത്തിന്റെ വില വലുതാ. എന്നാലോ നാട്ടില് തീരെ കിട്ടാനില്ലാത്തതും അതിന്. ബാപ്പാനോടും ഉമ്മാനോടും കാണിക്കേണ്ടതും സ്നേഹം തന്നെയാണ്. ഈ മൈലാഞ്ചിക്കരയില് ഒരു സ്നേഹം നിഷേധിക്കപ്പെട്ടതുകൊണ്ടുണ്ടായിട്ടുള്ള കുണ്ടായിസും അൽക്കുലത്തും ഒക്കെ ഞമ്മക്കൊക്കെ അറിയാലോ. ഇനി അതൊരിക്കലും ഇവിടെ ഉണ്ടാകരുത്. മൈലാഞ്ചിക്കര ഒരു സ്നേഹത്തിന്റെ കരയാകട്ടെ. നമുക്ക് കാക്ക. അപ്പൊ നമ്മുടെ പെങ്ങളുടെ കാര്യം? അല്ല, ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. നമുക്ക്